ശുദ്ധമായ അന്ധകരണത്തോടുകൂടി പിന്നീട് ഉപാസനകളിലൂടെ അയാൾക്ക് ഉയർന്ന് സിദ്ധതലത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ വിധിവാക്യങ്ങളെ ശ്രദ്ധയോടുകൂടി അനുസരിച്ചാൽ സാമൂഹികമായിട്ട് ചിന്തിക്കുമ്പം വ്യക്തിയുടെ സമൂഹത്തിന് അനുഗുണമായ ജീവിതം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് കാരണമാവും. അതേപോലെ ഈ വേദം വിധിച്ചതായ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന സമയത്ത് വൈദിക കർമ്മങ്ങളുടെ ശ്രദ്ധയായ അനുഷ്ഠാനം മനഃശുദ്ധിയെ നൽകും, അന്ധകരണശുദ്ധിയെ നൽകും. അവിടെ വൈയക്തികമായി അന്ധകരണശുദ്ധിയെ നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഭക്തിയോഗോ ജ്ഞാനയോഗോ ഭക്തിയോടുകൂടിയോ അല്ലെങ്കിൽ അസദ്വസ്തുവിനെ വിചാരത്തിലൂടെ തള്ളിയെറിഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ സത്യം ഭഗവാനാണെന്ന് ഉറപ്പിച്ചിട്ട് ആ ജ്ഞാനമാർഗത്തിലൂടെയോ സഞ്ചരിക്കാവുന്നതാണ്. ഉപാസനയിലൂടെ സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്താവുന്നതാണ്. അപ്പം അതിനുവേണ്ടിയാണ് വിധിനിഷേധങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നീട് ഭഗവാൻ അവിടെ ആ 3 യോഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിധിവാക്യങ്ങളെ അനുസന്ധാനം ചെയ്ത് ചിത്തശുദ്ധിയെ നേടിയെടുത്ത് ലക്ഷ്യത്തിലേക്കായി ഒരു സാധകൻ പരിശ്രമിക്കേണ്ടതാണ്. ലക്ഷ്യം നമ്മൾ എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ലക്ഷ്യം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ സത്യത്തെ അനുഭവിക്കുക, സാക്ഷാത്കരിക്കുക എന്നും എല്ലാ അർത്ഥം കൊണ്ടും പറയാൻ വയ്യ. അനുഭവിക്കുക എന്നുള്ളതാണ്. തൻ്റെ അനുഭവതലത്തിലേക്ക്, ഉള്ളിലുള്ള അജ്ഞാനത്തെ നശിപ്പിച്ച തൻ്റെ അനുഭവതലത്തിലേക്ക് ഈ സത്യത്തെ കൊണ്ടുവരിക. ഏകാദശ സ്കന്ധത്തിൻ്റെ ലക്ഷണം മുക്തി എന്നുള്ളതാണ്. അപ്പം മുക്തി എന്നതാണ് ഏകാദശത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പം അവിടെ എന്താണ് മുക്തി? മോക്ഷം, മുക്തി എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേട്ടു പരിചയമുള്ള പദങ്ങളാണ്. പല ആൾക്കാരുടെയും ധാരണ ഈ മുക്തി മോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് മാത്രം കിട്ടുന്ന ഒരു അനുഭവമാണ്. ഇനി അതല്ല എന്ന് വെച്ചാൽ ഇവിടെ നിന്നും വേറൊരു ലോകത്തിൽ പോയിട്ടുള്ള അനുഭവമാണ്. അങ്ങനെയൊക്കെ ഒരു ധാരണയാണ്. ഇനി വേറെ ചില ആൾക്കാരുടെ ധാരണ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്താൽ, ഈശ്വരാരാധനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏതെങ്കിലും നമ്മുടെ ഇഷ്ടദേവന്മാരുടെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒന്നെങ്കിൽ വൈകുണ്ഠത്തിൽ, അല്ലെങ്കിൽ കൈലാസത്തിൽ, അല്ലെങ്കിൽ ദൈവീ ലോകത്തിൽ, എവിടെയോ ആ ലോകത്തിൽ ചെന്ന് ആ ദേവനോട് കൂടി ദേവിയോട് കൂടിയിട്ടുള്ള സുഖമായ ജീവിതമാണ് മോക്ഷം. ഇങ്ങനെയും ധരിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. ഇവിടെ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, മോക്ഷം, മുക്തി എന്ന് പറയുന്നത് ഒരു ലോകാന്തര ഗമനമല്ല, വേറൊരു ലോകത്തിലേക്കുള്ള പോക്കല്ല, വേറൊരു ലോകത്തിലുള്ള അനുഭവമല്ല, മരിച്ചു മാത്രം കിട്ടുന്ന ഒരു അനുഭവമല്ല. ഒന്ന് ഏറ്റവും ഉയർന്ന തലത്തിൽ പറയുകയാണെങ്കിൽ മുക്തി, മോക്ഷം കിട്ടേണ്ട ഒന്ന് തന്നെയല്ല, സാധ്യം അല്ല, സാധിക്കേണ്ട ഒന്നല്ല, മറിച്ച് സിദ്ധം ആണ്. കിട്ടേണ്ട ഒന്നല്ല, മറിച്ച് കിട്ടിയതാണ്. മുക്തി നമ്മുടെ സ്വരൂപമാണ്. നമ്മൾ മുക്തനാണ്. ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒന്നിനാലും നമ്മൾ ബന്ധിക്കപ്പെടുന്നില്ല. എന്നാൽ എന്തേ ഇന്ന് എൻ്റെ മുക്ത സ്വരൂപം എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് ഇന്ന് ഞാൻ പലതുമായിട്ട് ഞാൻ പലതുമായിട്ട് ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ പലതുമായിട്ട് എനിക്ക് ബന്ധനം ഉണ്ടാവുന്നു? അവിടെ ഉയർന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നുമായിട്ടും ബന്ധനമില്ല. പക്ഷേ ഞാൻ എൻ്റെ അജ്ഞാന നിമിത്തം പലതും എന്നെ ബന്ധിക്കുന്നു എന്ന് കരുതുകയാണ്, വിചാരിക്കുകയാണ്. ആ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധമായ ജ്ഞാനം പ്രകാശിക്കും. അഖണ്ഡവും ബുദ്ധവും മുക്തവുമാണ് തൻ്റെ സ്വരൂപം, ആ ആത്മബോധമാണ് ഞാൻ എന്നുള്ള അനുഭവം വരുന്നർത്ഥം. അപ്പം ഈ അജ്ഞാനത്തെ നീക്കുക വേണ്ടു. ഇവിടെ ഈ ഉപദേശങ്ങൾ, ആചാര്യവാക്യങ്ങൾ, ഏകാദശ സ്കന്ധത്തിൻ്റെ ലക്ഷണം മുക്തി എന്നാണെന്ന് പറഞ്ഞല്ലോ. ഏകാദശ സ്കന്ധം എങ്ങനെയാണ് മുക്തിയുടെ തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്? എത്തേണ്ട ഒന്നല്ല, ഉയർന്ന തലത്തിൽ. എന്നാലും അജ്ഞാന തലത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പം എങ്ങനെയാണ് ഏകാദശ സ്കന്ധം ഈ മുക്തിയുടെ തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്? ഇന്ന് അജ്ഞാന നിമിത്തം സ്വസ്വരൂപം വിസ്മരിച്ച് മറന്നുപോയി. വിവേകാനന്ദ സ്വാമികളും രസകരമായ കഥ പറയാറുണ്ട്. പ്രസിദ്ധമായ കഥയാണ്, എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിരന്തരമായിട്ട് സദ്വിഷയത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത ചെയ്യണമെന്ന്, അതുകൊണ്ട് വീണ്ടും പറയാം. ആട്ടിൻപറ്റത്തിൽ പെട്ടുപോയ സിംഹക്കുട്ടിയുടെ കഥ. എന്നിട്ട് ഒരു ആട്ടിൻകുട്ടികളിൽ ഒന്നാണ് ഞാനെന്നും വിചാരിച്ചിട്ട് ഈ ആട്ടിൻകുട്ടികളുടെ കൂടെ അങ്ങനെ നടന്നു എന്നാണ്. വേറൊരു സിംഹം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. ഈ സിംഹത്തെ പിടിച്ച് ഒരു പുഴയുടെ തീരത്ത് കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു എന്നാ. അവിടെ ആ പുഴയിലെ വെള്ളത്തിൽ തൻ്റെ സ്വരൂപങ്ങ് കണ്ടതോടുകൂടി താനും ഒരു സിംഹമാണെന്ന് തിരിച്ചറിയുകയും
വർദ്ധിച്ച വീര്യത്തോടു കൂടി ഗർജിച്ച് ഈ സിംഹത്തോടു കൂടിയിട്ട് കാട്ടിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു എന്നാണ്. ഇവിടെ ഈ ആട്ടിൻപറ്റത്തിൽ പെട്ടുപോയ സിംഹക്കുട്ടിയെ പോലെയാണ് അജ്ഞാനത്തിന് അടിമപ്പെട്ട ഓരോരോ ജീവന്റെയും അവസ്ഥ. തൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ, ശക്തിയെ അറിയാതെ ഉണ്ടായി നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി നാളെ നശിക്കുന്ന ഈ ശരീരമാണ് ഞാൻ എന്ന് കരുതുകയാണ്. അങ്ങനെ അജ്ഞാനം കൊണ്ട് എന്നെ അറിയാതെ ഞാൻ എന്നെ വേറൊന്നായത് കരുതുമ്പോഴും ഞാൻ തന്നെയാണ്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം ലൗകിക തലത്തിൽ ഉദാഹരണം പറയാന്ന് വിചാരിക്കുക. വാസുദേവ പ്രസാദ് എന്ന ഞാൻ, ആ പേരോട് കൂടിയ ഞാൻ അങ്ങ് മറന്നുപോയി എന്നെ. എന്നിട്ട് ഞാൻ വേറൊരാളാണെന്ന് ഞാൻ കരുതുക. അവിടെ എന്തേ വേണ്ടോ? എനിക്ക് വാസുദേവ പ്രസാദിനെ കിട്ടേണ്ടതില്ല. ഞാൻ തന്നെയാണ്. പിന്നെന്താ വേണ്ടത്? ഞാൻ മറ്റേതാണെന്നുള്ള ആ അസത് വിചാരം ഇല്ലാതെയാവണം. അത് തീർത്തും ഇല്ലാതെയാവണം. ഞാൻ ഇന്നതാണെന്നുള്ളതിലേക്ക് ശ്രദ്ധ പതിയുകയും വേണം. അത്രയേ വേണ്ടു. അത് കിട്ടണ്ട. മറന്നു കിടക്കുന്ന ആ സ്വരൂപജ്ഞാനത്തിൽ ശ്രദ്ധ പതിയണം. അതിന് മുകളിൽ അതിനെ മറച്ചു വെച്ചിരിക്കുന്ന അജ്ഞാനം നീങ്ങുകയും വേണം. ഇന്നിപ്പം അജ്ഞാനം വഴി നമ്മളുടെ ശ്രദ്ധ പുറമെയാണ്. ഈ പുറമെയുള്ള ശരീരം, പുറമെ കാണുന്നതായ ഇന്ദ്രിയ ഗോചരങ്ങളായ വിഷയങ്ങൾ, ഇതൊക്കെ സത്യമാണെന്നും കരുതിയിരിക്കുക. എന്തേ വേണ്ടു? ഈ പുറമേൽ നിന്നും ശ്രദ്ധ അങ്ങ് വേർപെടണം. അപ്പം അതൊക്കെ സത്യമാണ്, ഈ കാണുന്നതൊക്കെ അതേപോലെ സത്യമാണ് എന്നുള്ള ചിന്തയാണ് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകാൻ കാരണം. അപ്പം അവിടെ നിന്നും ശ്രദ്ധ അങ്ങോട്ടേക്ക് പതിയണമെങ്കിൽ ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ യഥാർത്ഥ വസ്തുത ബോധ്യാവണം. അത് വിചാരം ചെയ്താൽ ബോധ്യാവും. പുറമെയുള്ള ഓരോന്നിനെയും അതേപോലെ നമ്മുടെ ശരീരത്തിനൊക്കെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ, കാര്യകാരണ വിചാരം ചെയ്താൽ ഇതൊക്കെ കേവലം നാമരൂപങ്ങൾ മാത്രമാണെന്നും ഇതൊക്കെ നശ്വരങ്ങളാണെന്നും ക്ഷണികങ്ങളാണെന്നും ബോധ്യാവും. ഇതൊക്കെ അനിത്യങ്ങളാണെന്ന് ബോധ്യാവും. ഇതൊക്കെ അനിത്യങ്ങളാണ്, അവാസ്തവങ്ങളാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധയെ അങ്ങോട്ട് കൊണ്ടുവരണ്ട. ശ്രദ്ധ പോന്നോളും. അവിടെ നിത്യം എന്ത് ചോദ്യം വരും. വീണ്ടും സൂക്ഷ്മമായ ചിന്തയിലൂടെയും ശാസ്ത്രാനുസന്ധാനത്തിലൂടെയും ഈ അനിത്യമായ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ നിത്യസത്യം, ഏകവും രണ്ടില്ലാത്തതുമായ ഭഗവാനാണ്, അഖണ്ഡമായ ബ്രഹ്മമാണ് എന്ന അറിവുണ്ടാവും. അപ്പോഴും അറിവേ ഉണ്ടാവുന്നുള്ളൂ. മനസ്സവിടെ ഈ നിത്യാനിത്യ വിചാരം കൊണ്ട് അല്ലെങ്കിൽ ആ വിവേകം കൊണ്ട് അന്ധക്കരണ ശുദ്ധായിണ്ട്. തത്വവിഷയത്തിൽ താല്പര്യമുണ്ട്. അന്ധക്കരണ ശുദ്ധമായതുകൊണ്ട് തത്വവിഷയത്തിൽ താല്പര്യമുണ്ട്. അന്ധക്കരണ ശുദ്ധമായതുകൊണ്ട് മാത്രം കാര്യമില്ല. അന്ധക്കരണത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് പ്രാഥമിക യോഗ്യത മാത്രമാണ്. ശുദ്ധമായ അന്ധക്കരണത്തെ കൊണ്ട് തീവ്രമായി ഈ സത്യത്തെ ഉപാസിക്കും വേണം. അവിടെ ആ തീവ്രമായ സത്യോപാസനയ്ക്ക് ഈ ശുദ്ധമായ അന്ധക്കരണം നമ്മളെ യോഗ്യനാക്കും. അതിനനുസൃതമായി തീവ്രമായ ഉപാസന ചെയ്ത് ഈ സത്യത്തെ, നിത്യസത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. ഈ അവസ്ഥയ്ക്കാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുക. മോഹങ്ങളുടെ സമ്പൂർണമായ ക്ഷയമാണ് മോക്ഷം എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. മോഹം എന്ന് വെച്ചാൽ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. പൊതുവെ നമ്മൾ മലയാളത്തിൽ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കാറ്. മുഹ്യതി, മോഹിച്ചു എന്ന് പറഞ്ഞാൽ ഭ്രമിച്ചു പോയി എന്നാണ് അർത്ഥം. അപ്പോൾ ഭ്രമങ്ങളുടെ, തെറ്റിദ്ധാരണകളുടെ സമ്പൂർണമായ ക്ഷയം. തെറ്റിദ്ധാരണകൾ എപ്പോഴാണ് സമ്പൂർണ്ണമായിട്ട് ക്ഷയിക്കുക? എപ്പോഴല്ലാതെയാവുക? ശരിയായ ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങും. തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് ശരിയായ ധാരണയുടെ അഭാവം കൊണ്ടാണ്. അപ്പം ശരിയായ ധാരണയെ ഉപാസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തെറ്റിദ്ധാരണകളെയൊക്കെ അങ്ങ് നീക്കിക്കോളും. സത്യത്തെ ഉപാസിക്കുമ്പം ആ സത്യോപാസന അസത് വിചാരങ്ങളെ തീർത്തും നീക്കിക്കോളും. ഉപാസിക്കുക എന്ന് വെച്ചാൽ അടുത്ത് വയ്ക്കുക എന്നർത്ഥം. ഇവിടെ ഏകാദശ സ്കന്ധം എന്നല്ല, ഈ സത്യവിഷയത്തെ പറയുന്ന, വാക്കിന് വിഷയമല്ലാത്ത സത്യവിഷയത്തെ പറയാൻ ശ്രമിക്കുന്ന വേദവാക്യങ്ങളൊക്കെ, ശാസ്ത്രവാക്യങ്ങളൊക്കെ, ആചാര്യവാക്യങ്ങളൊക്കെ ഇവിടെ ഈ സത്യോപാസനയ്ക്ക് നമ്മളെ സഹായിക്കുക ചെയ്യുന്നത്. ഉപാസിക്കുക എന്ന് വെച്ചാൽ മനസ്സോടടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു. നിരന്തരമായി ഈ സത്യവിഷയത്തെക്കുറിച്ചിട്ട് കേൾക്കുമ്പം സ്വാഭാവികമായിട്ട് മനസ്സതിൽ ഉറയ്ക്കും. മനസ്സതിൽ ഉറച്ച് ഇല്ലാതെയായിക്കോളും. മനസ്സ് തീർത്ത് നശിച്ചു കഴിഞ്ഞാലോ അവിടെ സ്വരൂപം അനുഭവത്തിൽ വരും ചെയ്യും.
അതിനു വേണ്ടിയിട്ടാണ് ഈ ഏകാദശ സ്കന്ധത്തിലൊക്കെ ആവർത്തിച്ച് ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ പറയാനൊന്നേ ഉള്ളൂ, അധികമൊന്നും പറയാനൊന്നേ ഉള്ളൂ. പിന്നെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആവർത്തിച്ച് പറയുന്നതിലൂടെ ഇത്രയും കാലം ഈ ലോകത്തിൽ അജ്ഞാനം കൊണ്ട് ജീവിക്കുക വഴി ഉള്ളിൽ ഉറച്ച ലൗകിക സംസ്കാരം നീങ്ങും, സത്യം ഉള്ളിൽ പ്രകാശിക്കുകയും ചെയ്യുള്ളൂ. അതിനെ ആവർത്തിച്ച് തീവ്രമായിട്ട് കേൾക്കുക തന്നെ വേണമെന്നർത്ഥം. അപ്പൊ ഇവിടെ ഏകാദശ സ്കന്ധത്തിലെ ഉപദേശവാക്യങ്ങൾ ഈ തീവ്രമായ ശ്രവണത്തിന് നമുക്ക് സഹായകമാവുന്നു. അപ്പൊ 20-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ യോഗത്രയത്തെയാണ് പറയുന്നത്. യോഗം എന്ന പദം ആധ്യാത്മിക ശാസ്ത്രത്തിൽ ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും 2 ധാതുവിൽ നിന്ന് യോഗം എന്നുള്ള ശബ്ദം നിഷ്പന്നമാവുന്നുണ്ട്. യുജ മേളനെ, യുജിര സമാധോ, ഈ 2 പാണിനീയ ധാതുവിൽ നിന്ന് യോഗം എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നുണ്ട്. ഈ 2 അർത്ഥങ്ങളോട് കൂടിയ യോഗശബ്ദം, അവിടെ മേളനം എന്ന അർത്ഥത്തോടു കൂടിയ യോഗശബ്ദം ലക്ഷ്യത്തെയും, സമാധി എന്ന അർത്ഥത്തോടു കൂടിയ യോഗശബ്ദം മാർഗത്തെയും അല്ലെങ്കിൽ മാർഗതലത്തിലും പ്രയോഗിക്കുന്നു. എന്നാൽ മേളനം എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മേളനം എന്ന് വെച്ചാൽ സമ്യക്കാവുമെന്നുള്ള കൂടിച്ചേരലാണ്. മേളനം എന്ന് വെച്ചാൽ കൂടിച്ചേരലാണ്. അപ്പൊ ലക്ഷ്യം അതാണ്. ഏത്? ഈ കൂടിച്ചേരലാണ് ലക്ഷ്യം. ഏത് കൂടിച്ചേരൽ? സമഷ്ടിയായിട്ട് പറയാന്ന് വെച്ചാൽ അജ്ഞാന നിമിത്തം ഞാനും എനിക്ക് മുന്നിൽ പലതുണ്ട്. അപ്പം ഞാനും പലതും ഉണ്ട്. ആ പലതും ഞാനും കൂടി അങ്ങ് കൂടിച്ചേരുക, ഉള്ളതൊന്നേ ഉള്ളൂ എന്നുള്ള സത്യം ഉള്ളിൽ പ്രകാശിച്ചാൽ പലതും ഇല്ലാതെയും ഞാനും ഇല്ലാതെയും ഉള്ളതൊന്നു മാത്രം, ആ ബോധചൈതന്യം മാത്രം. ആ കൂടിച്ചേരൽ നീ വ്യഷ്ടിയായിട്ട് പറയാന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഞാൻ ഇപ്പം എന്നെ ഈ ശരീരമായിട്ട് കരുതുന്നു. അജ്ഞാനതലത്തിൽ ഈ ജീവാത്മാവും ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സത്യമായ പരമാത്മാവും തമ്മിലുള്ള മേളനം, ജീവബ്രഹ്മ ഐക്യം എന്ന് പറയാം. അപ്പോഴും കൂടിച്ചേരൽ, ഈ ജീവാത്മാവ് പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു ഭേദം അവിടെ വരുന്നുണ്ട്. ജീവാത്മാവൊന്ന് വേറെ, പരമാത്മാവൊന്ന് വേറെയാണ്. അതും മായിക തലത്തിൽ മാത്രമേ ഉള്ളൂ. അജ്ഞാനതലത്തിൽ ഞാൻ പരിമിതനാണ്, ഞാൻ അല്പജ്ഞനാണ്, ഞാൻ ശരീരമാണ് എന്ന് ധരിച്ചിരിക്കുമ്പം ജീവൻ ഈ അജ്ഞാനം നീങ്ങി ശുദ്ധമായ അഖണ്ഡമായ ഈശ്വരനാണ് ഞാൻ എന്ന അനുഭവതലത്തിലേക്ക് ഉയർന്നാൽ അവിടെ പരമാത്മാവ് എന്നർത്ഥം. രാമകൃഷ്ണ പരമഹംസരൻ രസകരമായൊരു ഉദാഹരണം പറയും. ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു പുഴയിൽ ഒരു വടി ഇട്ടിട്ട് ഈ വടിയുടെ വലത്തേ ഭാഗത്തുള്ള വെള്ളം ഇടത്തേ ഭാഗത്തുള്ള വെള്ളം എന്ന് പറയുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഒരു പാലം, ഈ പാലത്തിന് അപ്പുറത്തുള്ള വെള്ളം ഇപ്പുറത്തുള്ള വെള്ളം നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ 2 വെള്ളമൊന്നുമില്ല, ഒരു വെള്ളമേ ഉള്ളൂ. അവിടെയുള്ള ആ നടുവിലുള്ള ആ തടസ്സം അല്ലെങ്കിൽ ആ വടി അല്ലെങ്കിൽ ആ പാലം ഒരു ഭേദത്തെ, അതും സത്യമല്ല, ഒരു ഭേദത്തെ തൽക്കാലം ഉണ്ടാക്കുക. ഈ തടസ്സം നീങ്ങിക്കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം ഈ രീതിയിൽ ഈ ഭേദത്തെ ജീവാത്മാ പരമാത്മാ ഭേദത്തെ ഉണ്ടാക്കുകയാണ്. അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം അജ്ഞാനം തീർത്തും നീങ്ങി ഈ ജീവബ്രഹ്മ ഐക്യം സംഭവിക്കുക. ആ ജീവബ്രഹ്മ ഐക്യത്തിന് ലക്ഷ്യതലത്തിൽ യോഗം എന്ന് പറയാം. മേളനം എന്ന അർത്ഥത്തിൽ ലക്ഷ്യതലത്തിൽ ഈ ജീവബ്രഹ്മ ഐക്യത്തിന് യോഗം എന്ന് പറയാം. ഇനി ആ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഈ മേളനത്തിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് സമാധി. സമ്യക്കാവുവണ്ണം ഉറയ്ക്കണം, ചിത്തവൃത്തികളൊക്കെ അടങ്ങണം. ചിത്തവൃത്തികൾ തീർത്തും ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ മനസ്സില്ല. മനസ്സ് തീർത്തും ശാന്തമായി, മനസ്സ് സത്യത്തിൽ അങ്ങ് ഉറച്ച് മനസ്സില്ലാതെയായിക്കോളും. മനസ്സെന്ന് പറഞ്ഞൊരു അവയവമില്ല. ചിന്തകളുടെയും വിചാരങ്ങളുടെയും സങ്കല്പങ്ങളുടെയും അനുസ്യൂതതയ്ക്കാണ് നമ്മൾ മനസ്സെന്ന് പറയുക. ഈ ചിന്തകൾ, വിചാരങ്ങൾ, പലതരത്തിലുള്ള ചിന്തകൾ, വിചാരങ്ങൾ പലതിനെ ആശ്രയിച്ചിട്ടാണ്. പലത് അസത്യമാണെന്ന് അറിയുമ്പോൾ പലതിനെ ആശ്രയിച്ചിട്ട് നിലനിൽക്കുന്ന പല സങ്കല്പങ്ങൾ ഇല്ലാതെയിക്കോളും. സങ്കല്പങ്ങളൊക്കെ തീർത്തും നീങ്ങിക്കോളും. സങ്കല്പങ്ങളും വിചാരങ്ങളൊക്കെ നീങ്ങി ആ മനസ്സില്ലാതെയിക്കോളും. അപ്പം മനസ്സില്ലാതെയായി സത്യ അനുഭവം അവിടെ ഉണ്ടാവും. അതിന് സമാധി, മനസ്സ് ഉറയ്ക്കണം, ചിത്തവൃത്തികൾ നിരോധിക്കപ്പെടണം. മാർഗതലത്തിൽ ഈ ചിത്തവൃത്തികളുടെ സമ്പൂർണമായ നിരോധനത്തിന് യോഗ ചിത്തവൃത്തി നിരോധ,
പതഞ്ജലി മഹർഷി പറയും, യോഗം എന്ന് വെച്ചാൽ ചിത്തവൃത്തി നിരോധം ആണ്. അത് മാർഗം മാത്രമാണ്. ചിത്തവൃത്തികൾ സമ്പൂർണമായിട്ട് നിരോധിക്കപ്പെട്ട പിന്നെ സത്യത്തെ ഉപാസിച്ച് സത്യസാക്ഷാത്കാര തലത്തിലേക്ക് ഉയരണം. മനസ്സിലാക്കുക. അപ്പൊ അവിടെ പ്രാഥമിക തലത്തിൽ, ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും യോഗം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളെ യോഗം എന്നുള്ള ശബ്ദം കൊണ്ട് ആചാര്യൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ലക്ഷ്യം ഏകമാണ്, പലതില്ല. ഈ ലക്ഷ്യം ഏകമാണെങ്കിലും ഈ ലക്ഷ്യത്തിലേക്ക് പ്രധാനമായും 3 മാർഗങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ആ 3 മാർഗങ്ങളാണ് യോഗത്രയങ്ങൾ: ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. അപ്പൊ എന്തിനാ ഈ 3 മാർഗങ്ങൾ പറയപ്പെട്ടു? പ്രധാനമായിട്ടും 3. ഇനി ഇതിൻ്റെയൊക്കെ ഉപവിഭാഗങ്ങൾ നിരവധിയുണ്ട്. എന്തിനാ ഈ നിരവധി മാർഗങ്ങൾ പറഞ്ഞത്? മാത്രമല്ല, പലപ്പോഴും ഒരു സംശയവും നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരാൾ പറയുന്നു ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ലക്ഷ്യത്തിലെത്താന്ന്, മറ്റേയാൾ പറയുന്നു ഇതാണ് കേമെന്ന്, ഭക്തിയാണ് കേമെന്ന് ഭക്തന്മാർ പറയുന്നു, അല്ല ജ്ഞാനമാണ് കേമെന്ന് ജ്ഞാനികൾ പറയുന്നു, അല്ലെങ്കിൽ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പറയുന്നു. കർമ്മമാർഗത്തിലൂടെ വൈദിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക വേണ്ടത്, യാഗയജ്ഞങ്ങളൊക്കെ ചെയ്തു പോവുക വേണ്ടതെന്ന് ആ മാർഗത്തെ സ്വീകരിക്കുന്നവർ പറയുന്നു. അപ്പം ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ അതിന് കാരണം ഇങ്ങനെ പലത് പറഞ്ഞതുകൊണ്ടല്ലേ. ഒക്കെ കൂടി ഒന്നങ്ങ് ചുരുക്കി പറഞ്ഞാൽ പോരെ, എല്ലാം കൂടി അങ്ങ് കൂട്ടിയിട്ട് ഒരൊറ്റ മാർഗം പറയുക. എന്നാൽ അനുഷ്ഠിക്കുന്നവർക്ക് എളുപ്പമല്ലേ, അനുഷ്ഠിക്കാൻ എളുപ്പമല്ലേ? അവിടെ സംശയം തോന്നാം. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ നല്ലതിൻ്റെ ബഹുത്വത്തിൽ വിഷമിക്കല്ല വേണ്ടത്, സന്തോഷിക്കുക വേണ്ടത്. ഭഗവാനിലേക്ക് മാർഗങ്ങൾ നിരവധിയുണ്ട്, അതൊരു മോശമല്ല, നല്ലതാണ്. പിന്നെ നിരവധി മാർഗങ്ങൾ എന്തേ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സാധകന്റെ മാനസിക തലം അത് വ്യത്യസ്തങ്ങളായിരിക്കും. സാധകരുടെ മാനസിക തലങ്ങൾ, എത്രയോ ജന്മങ്ങൾ വഴി സഞ്ചയിച്ചു കൊണ്ടുവന്ന സംസ്കാരം നമ്മളുടെ ഉള്ളിലുണ്ട്. ആ സംസ്കാരം വ്യത്യസ്തമാണ്. ആ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ചിന്തകൾ, വിചാരങ്ങൾ, സങ്കല്പങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത സംസ്കാര തലത്തിൽ നിൽക്കുന്ന സാധകന്മാർക്ക് ഒരൊറ്റ മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ ഉപാസകാനാം കാര്യാർത്ഥം, ഉപാസകന്മാരുടെ കാര്യാർത്ഥമായി ഉപാസകർക്കായിക്കൊണ്ട് ഇവിടെ ഉപാസനാ വൈവിധ്യം ഉണ്ടായി എന്നർത്ഥം. ആചാര്യന്മാർ പല മാർഗങ്ങൾ ഇവിടെ പറഞ്ഞു എന്നർത്ഥം. എനിക്കിഷ്ടമുള്ള വഴിയെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എനിക്കിപ്പോൾ ബസ് പോകുന്നതാണ് ഇഷ്ടം വെച്ചാൽ വേറൊരാൾക്ക് ബസ്സിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമേ ഉണ്ടാവില്ല, അയാൾക്ക് ട്രെയിന് പോകുന്നതായിരിക്കും ഇഷ്ടം. ഇവിടേക്ക് തന്നെ നോക്കി നോക്കൂ, നല്ലൊരു ഹോള്, 4 ഭാഗത്തും വഴിയുണ്ട്. ചിലവർ ആ മുന്നിലൂടെ അങ്ങോട്ടേക്ക് വരും, ഇതിലൂടെയാണ് വരുന്നതെങ്കിലും നേരെ മുന്നിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരും. വേറെ ചിലവർ അവിടെ എത്തിയതെങ്കിലും നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് മുന്നിൽ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കാണ് വരിക. ഇനി അതിലും കുറച്ച് അപകടമായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് മതിലൊക്കെ ചാടി അങ്ങനെയും വരില്ല എന്ന് പറയാൻ വയ്യ. ആ കൂടി ഒറ്റ വഴി കൂടെ പോന്നാൽ പോരെ ചോദിച്ചാൽ, ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തങ്ങളാണ് മാനസിക സംസ്കാര വ്യത്യാസത്തിനനുസരിച്ചിട്ട്. അപ്പം ഈ വ്യത്യസ്തങ്ങളായ സാധകരുടെ മാനസിക തലങ്ങളെ മുൻനിർത്തി വ്യത്യസ്തങ്ങളായ ഉപാസനകളെ ഇവിടെ ആചാര്യം വിധിച്ചു. വിവേകാനന്ദ സ്വാമികൾ രസമായിട്ട് പറയും, ഭാരതത്തിൽ മാത്രമേ തലയ്ക്കനുസരിച്ചിട്ടുള്ള തൊപ്പികൾ കിട്ടുമെന്ന്. മറ്റുള്ള മതങ്ങൾ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ഒരൊറ്റ മാർഗം ഉണ്ടാവും. ആ മാർഗത്തിലൂടെ ആചാര്യൻ നിർദ്ദേശിച്ച ആ വഴിയിലൂടെ സഞ്ചരിക്കുക. അവിടുന്ന് അങ്ങോട്ടേക്കോ തെറ്റാൻ അനുവാദമില്ല. നമുക്ക് പറ്റുമെങ്കിലും ശരി, പറ്റില്ലെങ്കിലും ശരി, ആ വഴിയെ സഞ്ചരിച്ചേ തീരൂ. എന്നാൽ ഭാരതത്തിൽ അങ്ങനെയുള്ള സങ്കുചിതത്വം പേറുന്ന ആശയങ്ങളെയും നമുക്ക് കാണാൻ കഴിയില്ല. ഏത് വഴി വേണമെങ്കിൽ സഞ്ചരിക്കാം, ഇത്ര മാർഗങ്ങളുണ്ട്. ഏത് മാർഗത്തിലൂടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞ മാർഗത്തിലോ അതും വേണമെന്നില്ല, ഏത് ആചാര്യം പറഞ്ഞ ഏത് മാർഗത്തിലൂടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. ലക്ഷ്യം ഏകമാണ്. ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും എത്തുന്ന ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഭക്തിയിലൂടെ പോയാലും ശരി, ജ്ഞാനത്തിലൂടെ പോയാലും ശരി, കർമ്മത്തിലൂടെ പോയാലും ശരി, ഈ പ്രാഥമിക തലത്തിൽ യാത്ര തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഭേദമുള്ളൂ. ആ യാത്ര മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഈ 3 വഴിയും കൂടി ഒന്നായി വരുന്നത് കാണാം. ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴോ 3 ഒന്നുമായി എന്നർത്ഥം. അവിടെ ഭഗവാൻ പറഞ്ഞു, യോഗാസ്ത്രയ മയാ പ്രോക്ത നൃണാം ശ്രേയോ വിധിലസയ. മനുഷ്യരുടെ ശ്രേയസ്സിനെ മുൻനിർത്തി 3 യോഗങ്ങൾ എന്നാൽ പ്രോക്തമായി പ്രകർഷേണ പറയപ്പെട്ടു. ജ്ഞാനം കർമ്മജ ഭക്തിശ്ച ന ഉപായ അന്യോസ്തി കുത്രചിൽ. ഏതൊക്കെയാ 3 മാർഗങ്ങൾ? ജ്ഞാനം, കർമ്മം, ഭക്തി. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഈ 3 ഉപായങ്ങളല്ലാതെ വേറൊരു ഉപായമില്ല എന്നും കൂടി അവിടെ പറഞ്ഞു.
ന ഉപായ നാന്യപന്ഥ വിദ്യതേ അയനായ. ഈ 3 ഉപായങ്ങളും 3 തലത്തിൽ ആത്മാനുസന്ധാനം തന്നെയാണ് ചെയ്യുന്നത്. 3 രീതിയിലാണെന്ന് മാത്രം. അപ്പൊ ആത്മാനുസന്ധാനത്തിലൂടെ ആത്മസാക്ഷാത്കാരം എന്നുള്ളതല്ലാതെ ഇവിടെ നമ്മളുടെയൊക്കെ ജീവിത ലക്ഷ്യമായ നിത്യവും നിരന്തരവും നിരതിശയവുമായ സുഖം, ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. ഈ ലോകത്തെ ആശ്രയിച്ച് കഴിയില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നശിക്കുന്നതാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ആശ്രയിച്ചിട്ട് നിത്യമായ അനുഭവം ഉണ്ടാവില്ല. നിത്യമായ അനുഭവം നിത്യമായ വസ്തുവിനെ ആശ്രയിച്ചേ ഉണ്ടാവൂ. സുഖം പുറമെ നിന്നും സിദ്ധിക്കുന്നതല്ല, ഉള്ളതാണ്. തൻ്റെ ഉള്ളിലുള്ള ആ സുഖസ്വരൂപത്തെ അനുഭവിക്കുമ്പോഴേ ഇവിടെ പരമമായ ആനന്ദം അനുഭവിക്കാൻ വേറൊരു വഴി ഇല്ല എന്നർത്ഥം. അതാണ് ഉറപ്പിച്ച് പറഞ്ഞത്. നാന്യപന്ഥ വിദ്യതേ അയനായ ന ഉപായ വേറൊരു അന്യമായൊരു ഉപായം ഇല്ല. എന്നിട്ട് പറഞ്ഞു, ഈ 3 യോഗങ്ങൾക്കും ആരൊക്കെയാണ് അധികാരികൾ എന്ന്. നിർവിണ്ണാനാം ജ്ഞാനയോഗ ന്യാസിനാമിഹ കർമ്മസു തേഷു അനിർവിണ്ണ ചിത്താനാം കർമ്മയോഗസ്തു കാമിനാം. ഇവിടെ ജ്ഞാനയോഗം പറയപ്പെട്ടത് നിർവിണ്ണാനാം കർമ്മസു നിർവിണ്ണാനാം, കർമ്മങ്ങളിലൊക്കെ തീർത്തും വൈരാഗ്യം വന്ന, ന്യാസിനാം എല്ലാം ഉപേക്ഷിക്കപ്പെട്ട, തീവ്ര വൈരാഗ്യം സംഭവിച്ച സാധകന്മാർക്കായിട്ടാണ് ജ്ഞാനയോഗം ഇവിടെ വിധിക്കപ്പെട്ടത്. വേദാന്ത ശ്രവണത്തിന് അധികാരിയാര് എന്ന് പ്രകരണ ഗ്രന്ഥങ്ങൾ വ്യക്തമായിട്ട് പറയും. ആരാണ് വേദാന്ത ശ്രവണത്തിന് അധികാരി എന്ന്? സാധനാചതുഷ്ടയ സമ്പന്നനായി ഉത്തമനായ ആചാര്യനെ പ്രാപിക്കണമെന്ന് പറയും. നിത്യാനിത്യ വസ്തുവിവേകം, ശമാധി ഇഹാമുത്ര ഫലഭോഗവിരാഗം, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ഈ 4 എണ്ണത്തിനാണ് സാധനാചതുഷ്ട എന്ന് പറയാം. അപ്പൊ ഈ 4 എണ്ണത്തിനെയും ചിന്തിക്കുമ്പം ഇവിടെ ഭഗവാൻ കർമ്മസു നിർവിണ്ണാനാം ന്യാസിനാം ആണ് അധികാര ലക്ഷണം. ജ്ഞാനയോഗം ജ്ഞാനയോഗി ആരാന്നുള്ളതിന് അധികാര ലക്ഷണത്തെ പറഞ്ഞതാ. അത് രണ്ടും കൂടി തീർത്ത് യോജിക്കുന്നത് കാണാം. ആരാ സാധകൻ? ഈ വേദാന്ത ശ്രവണത്തിന് അധികാരി ഇവിടെ നിത്യം ഏത് അനിത്യം ഏത് എന്ന വിവേകം ഉണ്ടായ ആളായിരിക്കണം ചിന്തയിലൂടെ. ആ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ അനിത്യമായ എല്ലാറ്റിൽ നിന്നും മനസ്സ് വേർപെട്ട് നിത്യത്തിൽ ഉറച്ച് വൈരാഗ്യം വന്നയാളായിരിക്കണം. പിന്നെ ശമം, ദമം, ശ്രദ്ധ, ഉപരതി, സമാധാനം എന്നൊക്കെ തുടങ്ങിയ ശമാധി ഷഡ്കങ്ങളുടെ സമ്പത്തിയുള്ള ആളായിരിക്കണം. തീവ്രമായ അഭിവാഞ്ച, അതാണ് മുമുക്ഷത്വം എന്ന് പറഞ്ഞാൽ. കേവലമായ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പോരാ. തീവ്രമായ അഭിവാഞ്ച, ഈ ജന്മം കിട്ടിയത്, ഈ ശരീരം കിട്ടിയത് സത്യസാക്ഷാത്കാരത്തിനാണ്, എന്തായാലും ഞാൻ ആ സത്യസാക്ഷാത്കാര തലത്തിലേക്ക് ഉയരും എന്നുള്ള ആ തീവ്രമായ അഭിവാഞ്ച മുക്തിക്കായി അതും വേണം. ഈ 4 ഉള്ളയാളാണ് വേദാന്ത ശ്രവണത്തിന് അധികാരി എന്ന് പറയും. ജ്ഞാനയോഗത്തിന് അധികാരി അയാളാണ്. പിന്നെ കർമ്മയോഗം എന്ന് വെച്ചാൽ ഇതിന് നേരെ വിപരീതം. കർമ്മയോഗസ്തു കാമിനാം, കാമികൾക്ക് ആഗ്രഹങ്ങൾ നിരവധിയുള്ള ആൾക്കാർ, ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ, അവര് വൈദിക കർമ്മങ്ങളെ ആശ്രയിക്കുക, കർമ്മതലത്തിൽ തന്നെ നിൽക്കുക. അങ്ങനെ വൈദിക കർമ്മങ്ങൾ ചെയ്യുമ്പം, യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പം ആ കർമ്മത്തിന്റെ ഫലമായി അവർക്ക് അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ സാധിക്കും. യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ലൗകിക ഫലത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഫലങ്ങളൊക്കെ സാധിക്കും. ആ ഫലങ്ങളൊക്കെ സാധിക്കുന്നത് വഴി തന്നെ അത് ഒരു ഭാഗത്ത് ആ ഫലങ്ങളൊക്കെ സാധിച്ചു വരും. വേറൊരു ഭാഗത്ത് വേദത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവര് യാഗങ്ങൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ശ്രദ്ധയോടുകൂടിയ വൈദിക കർമാനുഷ്ഠാനം പടിപടിയായി ഇവരെ ആന്തരികമായി ഉയർത്തിക്കൊണ്ടുവരും, മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരും. വൈദിക മന്ത്രങ്ങളെ സേവിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടുള്ള കർമാനുഷ്ഠാനം ക്രമേണ ആ വൈദിക മന്ത്രങ്ങളുടെ ആശയതലത്തിലേക്ക് ഇവരെ നയിക്കും. ക്രമേണ ഞാൻ ചൊല്ലുന്നതെന്ത്, ഞാൻ ചെയ്യുന്നതെന്ത് എന്നുള്ള ചിന്ത, മനുഷ്യൻ ചിന്താശീലനായതുകൊണ്ട് ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ചിന്തിച്ച് സ്വാഭാവികമായിട്ട് അവന്റെ മനസ്സ് ആദ്യം തുടക്കത്തിൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടും പലത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ യാഗങ്ങൾ യജ്ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്തതെങ്കിൽ കുറച്ചു കഴിഞ്ഞ് അവൻ തന്നെ ബോധ്യാവും തൻ്റെ ആഗ്രഹങ്ങളുടെ നിരർത്ഥത, തൻ്റെ ആഗ്രഹങ്ങളുടെ അവസ്ഥ അവൻ തന്നെ ബോധ്യാവും. അങ്ങനെ ആ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്രഹങ്ങൾ കുറഞ്ഞു വരും, സത്യത്തിലേക്ക് മനസ്സ് ഉറച്ചോളും എന്നർത്ഥം. അത് ഏകാദശ സ്കന്ധത്തിൽ ഭാഗവത ധർമ്മത്തിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയമാണത്. ഇന്നലെ കേട്ടിട്ടുണ്ടാവും. അത് ഉദാഹരണം വെച്ചിട്ട് ആചാര്യന്മാർ പറയും. മിഠായി, അതും ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
മിഠായി നല്ലോണം ഇഷ്ടമല്ല ഒരു കുട്ടിക്ക് ഒരു പാക്കറ്റ് മിഠായി തരാം എന്ന് പറഞ്ഞ് ആ മിഠായി കൊടുത്ത് മിഠായിയുടെ ദോഷങ്ങൾ പറയുന്ന ക്ലാസ്സിൽ ഇരുത്തുക. ഒരാചാര്യം ചെയ്തു എന്നാണ്, എൻ്റെ ക്ലാസ്സിൽ 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു മിഠായി തരാമെന്ന്, ഒരു പാക്കറ്റ് മിഠായി തരാമെന്ന്. എന്നിട്ടോ ആ ക്ലാസ്സിലെടുത്തതൊക്കെ എന്താണ്? മിഠായിയുടെ ദോഷങ്ങളാണ്. മിഠായി പല്ലിന് കേടാണ്, മിഠായി വയറിന് കേടാണ്. ശ്രദ്ധയോടുകൂടി ഇരുന്നാലേ മിഠായി പാക്കറ്റ് കിട്ടൂ. ആദ്യം ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോൾ മിഠായി പാക്കറ്റ് വാങ്ങും. 2-3 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലാസ്സിലൂടെ കുട്ടി മനസ്സിലാക്കും മിഠായി ദോഷമാണ്. പിന്നെ അങ്ങോട്ട് പറയും എനിക്ക് മിഠായി വേണ്ടാന്ന്. ഇതുപോലെ വൈദിക കർമ്മങ്ങൾ സാധകനെ പടിപടിയാക്കി ഉയർത്തി ആ ഏറ്റവും താഴ്ന്ന കർമ്മതലത്തിൽ നിന്നും ഉയർത്തിയിട്ട് ജ്ഞാനയോഗത്തെയോ ഭക്തിയോഗത്തെയോ സ്വീകരിക്കുവാൻ പ്രാപ്തനാക്കുന്നു. അതാണ് വൈദിക കർമ്മയോഗം എന്ന് വെച്ചാൽ. ഇനി ഭക്തിയോഗം, അത് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നാൽ ആഗ്രഹങ്ങളൊട്ട് തീർത്തുമില്ല തീട്ടുമില്ല, അങ്ങനെയുള്ള സാധാരണക്കാർക്കായി പറയപ്പെട്ടതാണ് ഭക്തിയോഗം. ആ ഭക്തിയോടുകൂടി, ഭക്തി എന്ന് വെച്ചാൽ ഭഗവാനിലുള്ള പരമപ്രേമമാണ്. ആ പരമപ്രേമത്തോടുകൂടി ഭഗവാൻ ആരാണെന്നുള്ള അറിവും കൂടി അതിന് മേമ്പൊടിയായിട്ടുണ്ടാവുമ്പം, അതിന് കൂടെ ഉണ്ടാവുമ്പം ഈ പരമപ്രേമം വിശാലമാവും. സകല ചരാചരങ്ങളിലും സർവേശ്വരനായ ഭഗവാനാണ് എന്നുള്ള അറിവോടുകൂടി എന്തിലും ഏതിലും പരമപ്രേമത്തെ വയ്ക്കാൻ സാധിക്കും. ആ ഒരു പരമപ്രേമഭാവത്തോടുകൂടി ആ സാധകൻ ഉയർന്ന് ഭഗവാനിലേക്ക് എത്തും എന്നർത്ഥം. ഇങ്ങനെ 3 തലങ്ങളിലുള്ള അധികാരികൾക്കായി 3 യോഗങ്ങൾ പറയപ്പെട്ടു. ഇനി നമുക്ക് ആ 3 യോഗങ്ങളെ സാമാന്യമായിട്ടൊന്ന് ചിന്തിക്കാം. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം. ആ 3 സമയത്തിനനുസരിച്ചിട്ടൊന്ന് ചിന്തിക്കാം. ജ്ഞാനയോഗം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് തീർത്തും വൈരാഗ്യം വന്ന ആൾക്കാർക്കായി പറയപ്പെട്ടതാണ്. ജ്ഞാനം, പരമമായ ജ്ഞാനത്തെ ഉപാസിച്ചുകൊണ്ട് ആ യോഗതലത്തിലേക്കുള്ള യാത്ര, ആ യോഗാവസ്ഥയെ പ്രാപിക്കുവാനുള്ള യാത്ര, അതാണ് ജ്ഞാനയോഗം എന്ന് വെച്ചാൽ. മനുഷ്യൻ ബുദ്ധിയോടത്തവനാണ്, വിശേഷ ബുദ്ധിയോടത്തവനാണ്. മറ്റ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നത് ആ വിശേഷ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ കൊണ്ട് വിചാരം ചെയ്യുക. ആ ബുദ്ധിയെ കൊണ്ട് താൻ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന വസ്തുക്കളൊക്കെ സൂക്ഷ്മമായിട്ട് വിചാരം ചെയ്താൽ അതിനൊക്കെ യഥാർത്ഥമായ അവസ്ഥയെ ബോധ്യമാവും. ഇതൊക്കെ നശ്വരങ്ങളാണെന്നും അസത്യങ്ങളാണെന്നും ബോധ്യാവും, അസത്തുക്കളാണെന്ന് ബോധ്യാവും. ഇതിൻ്റെ അടിസ്ഥാനമായ സത്യം ഏകമാണെന്ന് ബോധ്യാവും. ഇങ്ങനെ തൻ്റെ വിചാരം വഴി അസത് വസ്തുക്കളെ വേർപെടുത്തി സദ്വസ്തുവിലേക്ക് ആ വിചാരം വഴിയുള്ള സഞ്ചാരം, അതാണ് ജ്ഞാനയോഗം എന്ന് വെച്ചാൽ. യുക്തി വിചാരം വഴി, പ്രമാണ വിചാരം വഴി അസത് ചിന്ത, അസത് സങ്കല്പങ്ങളൊക്കെ തീർത്തും ഇല്ലാതെയാക്കി സത്തിലേക്കുള്ള പ്രയാണം. ജ്ഞാനം, പരമമായ ജ്ഞാനം. നമുക്ക് കാണാം ഉപനിഷത്തില്, കസ്മിന്നുഹ ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ശിഷ്യൻ ആചാര്യനോട് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവൻ, എന്തൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കും, ആ പരമമായ ജ്ഞാനത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന്. ജ്ഞാനം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അറിവ് എന്നർത്ഥം. എന്തിനേയും കുറിച്ചുള്ള അറിവ് ജ്ഞാനം തന്നെയാണ്. ഈ മൈക്കിനെ കുറിച്ചുള്ള അറിവ് ജ്ഞാനമാണ്, ഈ പുസ്തകത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് ജ്ഞാനമാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ജ്ഞാനം, എന്തൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കുമോ ആ പരമമായ ജ്ഞാനം ഉപദേശിച്ചു തരുമെന്നാണ്. അവിടെ സംശയം വരും, എന്തൊന്നറിഞ്ഞാൽ അപ്പോൾ ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് വരുമോ? ഏതെങ്കിലും ഒന്നറിഞ്ഞാൽ അത് മാത്രമല്ലേ അറിയുള്ളൂ, എല്ലാം എങ്ങനെ അറിയാം? അവിടെ ഒന്ന് സൂക്ഷ്മമായി ഇത് ചിന്തിക്കുമ്പം ഈ എല്ലാം പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഈ എല്ലാം നിലനിൽക്കുന്നത് നമ്മളെ അപേക്ഷിച്ചിട്ടാണ്. ഞാൻ ഇല്ല എന്ന് വെച്ചാൽ എനിക്ക് വിഷയങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ എന്നെ അപേക്ഷിച്ച് നിലനിൽപ്പുള്ള, എന്നെ അപേക്ഷിച്ച് മാത്രം സത്യമായ എന്തിനേയും കുറിച്ചിട്ട് അറിയാം. എന്നെ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപേക്ഷിച്ചിട്ട് നിലനിൽപ്പുള്ള എല്ലാറ്റിനെയും അറിയാൻ സാധിക്കും. വിഷയിയെ അപേക്ഷിച്ചിട്ടാണ് വിഷയങ്ങളുടെ നിലനിൽപ്പ്. വിഷയിയെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ, വ്യക്തമായ അറിവ് ആ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവിലേക്ക് നമ്മൾ എത്തിക്കുന്നർത്ഥം. ആ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നർത്ഥം. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഇനി വേറൊരു രീതിയിൽ ചിന്തിക്കുക. പലതിനെക്കുറിച്ചുള്ള അറിവ് ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിട്ട് എങ്ങനെയാണ് ഭവിക്കുക എന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് വിചാരം ചെയ്തു നോക്കുക. ഓരോന്നിനെയും കുറിച്ച് നമുക്കറിയാം. ഓരോന്നിനെയും അറിവ് എപ്പോഴും ഉണ്ടാവുക, നേരത്തെ പറഞ്ഞു, കാര്യകാരണ വിചാരം വഴിയാണ്. ഈ മൈക്കിനെ പറ്റി എനിക്ക് അറിയണമെങ്കിൽ
ഈ മൈക്ക് വെച്ചിട്ട് ഞാൻ ചിന്തിക്കണം, ഇത് എവിടെ നിന്നുണ്ടായി, ഇതാരുണ്ടാക്കി. ഇങ്ങനെ ഇതിൻ്റെ പിന്നിലേക്ക് ഞാൻ സൂക്ഷ്മമായി കാര്യകാരണ വിചാരം ചെയ്യുമ്പം അതിൻ്റെ സൂക്ഷ്മമായ വസ്തുസത്യം എനിക്ക് വ്യക്തമാവും. അങ്ങനെ എല്ലാറ്റിനെയും പറ്റി അറിയാൻ എല്ലാറ്റിനെയും ഇതേപോലെ സൂക്ഷ്മമായിട്ട് വിചാരത്തിന് വിധേയമാക്കുക. അപ്പം നമുക്ക് ആ പ്രമാണ വിചാരം ചെയ്ത് പിന്നോട്ടേക്ക് പോകുമ്പം പുറമേയുള്ള സ്ഥൂലമായ വിഷയങ്ങളൊക്കെ അപ്രത്യക്ഷമാവുന്നത് കാണാം. രൂപങ്ങൾ, പേരുകൾ, ഇവിടെ കത്തുന്നതായ വിളക്ക്. ഈ വിളക്ക് എന്താണ് എന്നറിയാൻ വിളക്കിനെ വെച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഓടിൽ നിന്നാണ് വിളക്കുണ്ടായത്, ഓടാണ് സത്യം. നോക്കൂ, ആ ഓടാണ് സത്യം എന്നുള്ള സൂക്ഷ്മമായ നമ്മൾ ആ വിളക്കിനെ വെച്ച് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചപ്പം അടുത്ത തലത്തിലേക്ക്, സൂക്ഷ്മമായ തലത്തിലേക്ക് എത്തിയപ്പം സ്ഥൂലമായ രൂപം പേരില്ലാതെയായി. വിളക്ക് പിന്നെ അവിടെ ഇല്ല, ആ രൂപം അവിടെ ഇല്ല, പിന്നെ ഉള്ളത് ഓട് മാത്രമാണ്. ഇനി ഓടിനെ വെച്ച് വീണ്ടും നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു. അതിൻ്റെ വീണ്ടും സൂക്ഷ്മ തലത്തിലേക്ക് പോകുമ്പോൾ ഓടും ഇല്ലാതെയായി, അതിന് കാരണമായ വസ്തു അവിടെ ഉണ്ടായി. ഇങ്ങനെ സൂക്ഷ്മ വിചാരതലത്തിൽ, കാര്യകാരണ വിചാരതലത്തിൽ സ്ഥൂലമായി നമുക്ക് മുന്നിൽ കാണപ്പെടുന്ന രൂപങ്ങൾ, പേരുകൾ, ഇതൊക്കെ ഇല്ലാതെയാവും. അങ്ങനെ ആ കാര്യകാരണ വിചാരം, പ്രമാണ വിചാരം നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് ഏകവും രണ്ടില്ലാത്തതുമായ ഒന്നിലേക്കാണ്. അപ്പം നിങ്ങളൊക്കെ കാണുന്ന ഈ കയ്യ് എന്ന് നിങ്ങൾ പറയുന്നു, ഞാനും പറയുന്നു, ഇംഗ്ലീഷിൽ ഹാൻഡ് എന്ന് പറയുന്നു, എന്തോ പല പേരുകളുണ്ട്. ഈ കയ്യ് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ഒരു പേരും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ രൂപം സത്യമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ കണ്ണിൻ്റെ ശക്തി കുറച്ചുകൂടിയും കൂട്ടിയിട്ട് ഈ കണ്ടു എന്ന് വിചാരിക്കുക. ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഞാൻ ഈ കയ്യിനെ നോക്കിയെന്ന് വിചാരിക്കുക. അവിടെ കയ്യെന്ന് പറയുന്ന രൂപവും ആ കൈ എന്നുള്ള പേരിന് നിലനിൽപ്പുള്ള രൂപവും ആ പേരും ഇല്ലാതെ. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പം നമ്മളവിടെ കണ്ടത് കോശങ്ങളാണ്. പേര് മാറി, അവിടെ രൂപവും മാറി. ഇനി ഒന്നും കൂടി ആ മൈക്രോസ്കോപ്പിനെ ശക്തി കൂട്ടിയെന്ന് വിചാരിക്കുക. കോശങ്ങൾക്കും സെല്ലുകൾക്കും അടിസ്ഥാനമായ DNA പിന്നെ നമ്മളവിടെ കണ്ടത് ഇനിയും ശക്തി കൂട്ടിയെന്ന് വിചാരിക്കുക. കാർബൺ ആറ്റങ്ങൾ ഇനിയും ശക്തി കൂട്ടിയെന്ന് വിചാരിക്കുക. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇനി ഒന്നും കൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് അതിനെ ചിന്തിക്കുമ്പോൾ എന്തായി? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എനർജി വേവ്സ് ആണ്, ഊർജ്ജ തരംഗങ്ങളാണ്. അപ്പം അതിനും അടിസ്ഥാനം ഊർജമാണ്. നോക്കണേ, അവിടെ ആദ്യത്തെ ഈ കൈ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ കയ്യിനെ വെച്ച് സൂക്ഷ്മമായി ചിന്തിച്ച് പോയപ്പം അതിന് മുകളിലുള്ള പേര്, രൂപം, അതൊക്കെ തീർത്തും ഇല്ലാതെയായി. അവസാനം ഞാൻ ചെന്നെത്തിയത് പേരില്ലാത്ത, രൂപമില്ലാത്ത ഊർജത്തിൻ്റെ തലത്തിലാണ്. ഇനി ഊർജത്തിനും അടിസ്ഥാനം ഇന്ന് ശാസ്ത്രം ആ രീതിയും അന്വേഷിച്ചു പോയിട്ടുണ്ട്. അത് ബോധമാണ്, ബോധതലമാണ്, അറിവിൻ്റെ തലം, ജ്ഞാനത്തിൻ്റെ തലം എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ പേരിട്ട് വിളിച്ചിട്ടുണ്ട്. അത് ഏകമാണ്, രണ്ടില്ലാത്തത്. എൻ്റെ ഈ കയ്യിനെ സൂക്ഷ്മമായി ചിന്തിച്ചു പോയാലും ഈ മൈക്കിനെ ചിന്തിച്ചു പോയാലും ഇനി എന്തിനെ സൂക്ഷ്മ വിചാരത്തിന് വിധേയമാക്കിയാലും അവസാനം എത്തിച്ചേരുക ഈ ഒന്നിലാണ്. അപ്പം ആ ഒന്നല്ലേ പ്രപഞ്ചത്തിനെ ഇങ്ങനെ വിചാരം ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം എത്തുന്നത് ആ ഒന്നിലേക്കാണെങ്കിൽ ആ ഒന്നല്ലേ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ സത്യം. അപ്പം ആ ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടില്ലേ? ആലോചിച്ച് നോക്കൂ, അടിസ്ഥാനമായ കാരണത്തെ അറിയുമ്പോൾ കാരണത്തിൽ നിന്നും ഉണ്ടായ കാര്യഭാവങ്ങളൊക്കെ അറിയപ്പെടുന്നു. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എല്ലാം അറിഞ്ഞതായിട്ട് ഭവിക്കും ചോദിച്ചാൽ അതിന് മറുപടി ഇതാണെന്നർത്ഥം. അടിസ്ഥാനമായ കാരണം അറിയപ്പെട്ടാൽ ആ കാരണത്തിൽ നിന്നും ഉണ്ടായ എല്ലാ കാര്യഭാവങ്ങളും അറിയപ്പെട്ട് കഴിഞ്ഞു. എല്ലാ കാര്യഭാവങ്ങളും അറിയപ്പെട്ട് കഴിഞ്ഞു. നിരവധി സ്വർണ്ണാഭരണങ്ങൾ, പല വലുപ്പത്തിലും പല രൂപത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ. മാല എന്താന്ന് അറിയാദ്യം, പിന്നെ വള എന്താണെന്ന് അറിയാം, മോതിരം, ഓരോന്നിനെ പറ്റിയിട്ട് PhD ചെയ്യണ്ട, ഓരോന്നിനെ പറ്റി സൂക്ഷ്മമായിട്ട് പഠിക്കണ്ട. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം സ്വർണ്ണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ട് കഴിഞ്ഞു. അപ്പം എന്തൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിട്ട് ഭവിക്കും. ആ പരമമായ ജ്ഞാനം ഞാൻ ഉപദേശിച്ചു തരുമോ എന്ന് ശിഷ്യൻ ചോദിക്കുന്നത് ഇതിനെ മുൻനിർത്തിയിട്ടാണ്. അപ്പൊ ഈ ജ്ഞാനത്തെ, ഈ അറിവിനെ സാക്ഷാത്കരിക്കാം. അതിന് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ പോകണം? കാര്യകാരണ വിചാരത്തിലൂടെ മുന്നോട്ടേക്ക് പോവുക. ഓരോന്നിനെയും വസ്തുനിഷ്ഠമായി വിചാരം ചെയ്യുക. ആ വിചാരത്തിലൂടെയുള്ള യാത്ര, ഈ സത്യസാക്ഷാത്കാരത്തിനായിട്ടുള്ള യാത്ര, അതാണ് ജ്ഞാനയോഗം എന്ന് വെച്ചാൽ. ജ്ഞാനമാർഗത്തിലൂടെ ഈ അറിവിനെ ഉപാസിച്ചുകൊണ്ട് യോഗതലത്തിലേക്ക് ഉള്ളിൽ മറ്റുള്ള അസത് വിചാരങ്ങളൊക്കെ തീർത്തും ഇല്ലാതെയാക്കി
അവസാനം ഈ സത്യസാക്ഷാത്കാര തലത്തിൽ എത്താം. അതാണ് ജ്ഞാനയോഗം. ഇനി കർമ്മയോഗം നമ്മൾ പറഞ്ഞു ഏറ്റവും താഴ്ന്ന തലത്തിൽ പെട്ട ആൾക്കാർ കാണുന്നത്. കർമ്മയോഗത്തെ നമുക്ക് വൈദികമായ കർമാനുഷ്ഠാനം, അതേപോലെ നമ്മൾ ലൗകിക തലത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യോഗരീത്യാ ചെയ്യുക, ഈ രണ്ട് രീതിയിൽ ചിന്തിക്കണം. ഇവിടെ കർമ്മയോഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വ്യക്തമായിട്ട് ഭഗവാൻ ഗീതയിൽ യോഗത്തിന് 2-3 സന്ദർഭങ്ങളിൽ അർത്ഥം പറയും. യോഗ കർമ്മസു കൗശലം. യോഗം എന്ന് വെച്ചാൽ കർമാനുഷ്ഠാനത്തിലുള്ള കൗശലത്തിനാണ് യോഗം എന്ന് പറയുക. ഒരു ഭാഗത്ത് പറയും. വേറൊരു ഭാഗത്ത് സിദ്ധി അസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. സിദ്ധിയിലും അസിദ്ധിയിലും ഉള്ള സമഭാവനയ്ക്കാണ് യോഗം എന്ന് പറയുക എന്ന് പറയും. സിദ്ധി എന്ന് വെച്ചാൽ കിട്ടൽ, അസിദ്ധി എന്ന് വെച്ചാൽ നഷ്ടപ്പെടില്ല. കിട്ടിയാലും ശരി, നഷ്ടപ്പെട്ടാലും ശരി, വന്നാലും ശരി, പോയാലും ശരി, രണ്ടിനാലും ബാധിക്കപ്പെടാതെ, ദ്വന്ദ്വങ്ങളാൽ ബാധിക്കപ്പെടാതെയുള്ള കർമാനുഷ്ഠാനത്തിനാണ് കർമ്മയോഗം എന്ന് പറയുക. വ്യക്തമായിട്ട് ഭഗവാൻ പറയും. ഈ യോഗത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നീ കർമ്മം അനുഷ്ഠിക്കൂ എന്നാണ് അർജുനനോട് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്വാ ധനഞ്ജയ. ഹേ ധനഞ്ജയ, യോഗസ്ഥ കർമാണി ഗുരു, യോഗസ്ഥനായിക്കൊണ്ട് നീ കർമ്മങ്ങൾ ചെയ്യൂ എന്നാണ്. ഈ യോഗത്തിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുകളാൽ ബാധിക്കപ്പെടാതെ, ലോകത്തിനാൽ ബാധിക്കപ്പെടാതെ, ഒന്നിനാലും ബാധിക്കപ്പെടാതെ സത്യത്തിൽ മനസ്സുറപ്പിച്ചിട്ട് അവനവന്റെ കർമ്മങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠിക്കുമ്പം അത് കർമ്മയോഗം ആണ്. ഇനി ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോഴും അത് താഴ്ന്ന തലത്തിൽ, കുറച്ചും കൂടി ഉയർന്നു കഴിഞ്ഞാൽ അതുമില്ല. ഈശ്വരനെ അർപ്പണമായിക്കൊണ്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും താഴ്ന്ന തലത്തിലാണ്. ഉയർന്നു കഴിഞ്ഞാൽ അർപ്പിക്കാൻ വേറൊരു ഈശ്വരനില്ല. ചിന്തിക്കുക. അപ്പൊ താഴ്ന്ന തലത്തിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഞാൻ ഭഗവാന് വേണ്ടി ചെയ്യുന്നു. പ്രാഥമിക തലത്തിൽ എനിക്ക് ഭഗവാൻ ഇങ്ങനെ ഒരു വേഷം തന്നിട്ടുണ്ട്. ആ വേഷം ഇപ്പം കർത്തൻ ഉയർന്നു കഴിഞ്ഞു, ബെല്ല് മുഴങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളൂ? ഭംഗിയായിട്ട് ആ വേഷം കെട്ടിക്കുക. ഭഗവാൻ ജഡ്ജസ് ആയിട്ട് മുന്നിലിരിക്കുന്നുണ്ട്. നാടക മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പം കർട്ടനം പോയി ജഡ്ജസിനെ വെച്ചും കൊണ്ടാണ് നമ്മൾ നാടകം അഭിനയിക്കുക എന്നർത്ഥം. മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കാറില്ല, ഓഡിയൻസിനെ അധികം ശ്രദ്ധിക്കാറില്ല. അതേപോലെ തന്നെ ഭഗവാൻ മുന്നിലിരിക്കുന്നുണ്ട്. ഭഗവാൻ തന്ന വേഷമാണ്. അത് ഭംഗിയായിട്ട് ഭഗവാന് വേണ്ടി കെട്ടിയാടിയിക്കുക. മറ്റവരെ ബോധിപ്പിക്കുന്നു വേണ്ട, ലോകത്തിനെ ബോധിപ്പിക്കാനായിട്ടോ വേറൊരാളെ ബോധിപ്പിക്കാനായിട്ടോ അല്ല കർമ്മം അനുഷ്ഠിക്കുന്നത്. ഈശ്വരനായിട്ട് ഞാൻ കർമ്മം അനുഷ്ഠിക്കുന്നു. ഭഗവാൻ എന്നെക്കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. ഈ കർമ്മത്തിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ എനിക്ക് അധികാരമില്ല. ഈ കർമ്മം ചെയ്ത് കിട്ടുന്നത് എന്തോ അതിലെനിക്ക് അധികാരമില്ല. അതേപോലെ തന്നെ ഇന്നലെ കർമ്മം ചെയ്തു പോയി കിട്ടി, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല. നാളെയെക്കുറിച്ചുള്ള ആശങ്കയില്ലാതെ, ഇന്നലെയെക്കുറിച്ചുള്ള ആകുലതയില്ലാതെ ഇന്നിൽ നിന്നുകൊണ്ട് ഭഗവാൻ എന്നിൽ അർപ്പിച്ചതാണ് ഈ വേഷം, ഭഗവാൻ എനിക്ക് തന്നതാണ് ഈ വേഷം എന്ന ബുദ്ധിയോടുകൂടി ഭഗവാനായി അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്തേക്കുക. നമുക്കൊക്കെ പല വേഷങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നല്ലതെന്നോ മോശമെന്നോ അങ്ങനെയൊന്നുമില്ല. ചെയ്യുന്നത് ഭാഗവതം വായനയായിരിക്കും. അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി പേര് കിട്ടാൻ വേണ്ടിയും പ്രശസ്തി കിട്ടാൻ വേണ്ടിയും മറ്റവനെ താഴ്ത്താൻ വേണ്ടിയും ചെയ്യാന്ന് വെച്ചാൽ ഭാഗവത വായനയെ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശ്രേഷ്ഠമായ കർമ്മാവുന്നില്ല. ചെയ്യുന്നത് ഇറച്ചുകെട്ടായിരിക്കും. മഹാഭാരതത്തിൽ വ്യക്തമായിട്ട് നമുക്ക് തുലാധരന്റെ കഥ, ധർമ്മവ്യാധന്റെ കഥ കാണാം. അദ്ദേഹം ഒരു ഇറച്ചുകെട്ടുകാരനാണ്. എന്നാൽ ആ വ്യാധഗീത അതിഗംഭീരമായിട്ട് അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചെയ്യുന്ന കർമ്മം, ഞാൻ ഇറച്ചുകെട്ടതാണ്, എനിക്ക് കിട്ടിയ വേഷം ഇതാണ്, അതിലഭിമാനിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നില്ല, ഇന്നതിന് വേണ്ടി ചെയ്യുന്നില്ല. ഈശ്വരാർപ്പണ ബുദ്ധിയ ആ വേഷം കെട്ടിയാടിയിക്കുക. ഇങ്ങനെ നിസ്സംഗനായിക്കൊണ്ട് കർമ്മം അനുഷ്ഠിക്കുന്നു അയാളെങ്കിൽ സ്വാഭാവികമായിട്ടും സംഘത്തോടു കൂടിയുള്ള സംഘത്തോടുകൂടി കർമ്മം അനുഷ്ഠിക്കുന്ന ഈ ഭാഗവതം വായിക്കുന്ന ആളെക്കാൾ ശ്രേഷ്ഠം മറ്റേയാൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ ഏത് കർമ്മരംഗത്താണെങ്കിലും ആ കർമ്മത്തിനാൽ ബാധിക്കപ്പെടാതെ അതെങ്ങനെ സാധിക്കും? ഒന്ന് വിശാലമായിട്ട് ചിന്തിച്ചാൽ സാധിക്കും. കർമ്മത്താൽ എപ്പോഴാണ് ബാധിക്കപ്പെടുന്നത്? ഇത് എൻ്റെ കർമ്മമാണ്, ഞാൻ ചെയ്യുന്ന കർമ്മമാണ്, ഇന്നത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. ഫലകാംക്ഷയോടുകൂടിയുള്ള കർമാനുഷ്ഠാനമാണ് ഈ കർമ്മമായിട്ട് നമ്മളെ വല്ലാതെ ബന്ധിപ്പിക്കുന്നത്. എന്നാൽ ഈ ഫലകാംക്ഷയ്ക്കാവട്ടെ ഒരു തരത്തിലും നിലനിൽപ്പില്ല. നമ്മൾ കാക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് കാക്ഷിച്ച ഫലം കിട്ടിക്കോളുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഞാൻ ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ ആഗ്രഹിച്ചത് കിട്ടിക്കോളുന്നുണ്ടോ? ആഗ്രഹിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ആഗ്രഹിക്കാത്തത് കിട്ടില്ല എന്നുണ്ടോ? ചിന്തിച്ചു നോക്കാം. പ്രഭാഷണം നടത്തുന്നതിന് മുന്നേ തന്നെ ഈശ്വര പ്രഭാഷണം നന്നാവോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നന്നാവുക?
എൻ്റെ മാനസികമായിട്ടുള്ള ധൈര്യം മുഴുവൻ പോവും, കൂടുതൽ മോശമാവുക ചെയ്യുക. എന്തേ ആലോചിച്ച് നോക്കൂ. അപ്പം നന്നാവാനാണെങ്കിൽ നന്നാവും, ചീത്തയാവാനാണെന്ന് വെച്ചാൽ ചീത്തയാവും. രണ്ടിനും എനിക്ക് കർത്തൃത്വമില്ല, എനിക്ക് പ്രത്യേകിച്ച് കഴിയുമില്ല. കർമ്മം ചെയ്യാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അതിനുശേഷം ഉണ്ടാവുന്ന ഫലത്തിൽ എനിക്കൊരു കിട്ടേണ്ട സ്വാഭാവികമായൊരു നിയമക്രമത്തിനനുസരിച്ച് എന്നിലേക്ക് വന്നു ചേരുന്ന ആ കർമ്മഫലത്തിൽ എനിക്കൊരു കർത്തൃത്വമില്ല. എന്തു വരുന്നോ അതിനനുഭവിക്കുക, അത്ര മാത്രമേ പറ്റുള്ളൂ. എന്താണോ വരുന്നത് അതിനനുഭവിച്ച് ചെയ്യുക. ഈ ബോധത്തോടു കൂടി കർമ്മം അനുഷ്ഠിക്കുക. ഫലകാംക്ഷ ഇല്ലാതെയുള്ള കർമാനുഷ്ഠാനം കർമ്മത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തിക്കോളും. ഫലകാംക്ഷയെ കർമ്മമായിട്ട് നമ്മളെ വല്ലാതെ ബന്ധിപ്പിക്കുന്നത്. പാട്ട് പാടുന്നയാൾക്ക് പാടാൻ മാത്രമേ കഴിയൂ, നന്നാക്കാനോ ചീത്തയാക്കാനോ കഴിയില്ല. നല്ലോണം പഠിച്ചോ, അസലായിട്ട് പാടുന്നയാളാണ്, ഒക്കെ ശരി. ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിട്ട് പാട്ട് മോശമായിക്കൂടെ? ഉണ്ടാവാം. അപ്പം ഫലത്തെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ട, അത് സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വന്നു ചേർന്നോളും. നമ്മൾ ഇന്ന് ഈ നിമിഷം എന്നിലേക്ക് ഈ സാഹചര്യം എത്തിച്ച എൻ്റെ കർമ്മം എന്തോ അതങ്ങ് ചെയ്തേക്കാം. ഭാഗവതം വായിക്കുന്നയാൾ ഭാഗവതം വായിച്ചേക്കുക, പാട്ട് പാടുന്നയാൾ പാട്ട് പാടിയേക്കുക. നന്നാവാനാണെച്ചാൽ നന്നാവും, ചീത്തയാവാനാണെച്ചാൽ ചീത്തയാവും. രണ്ടും എനിക്കപ്പുറം. ഒന്ന് ചിന്തിച്ചു നോക്കോ. ഇന്നിപ്പം ഈ അസ്വസ്ഥത, ടെൻഷൻ, ഉത്കണ്ഠ, ഇത് മുഴുവൻ ഇതിനൊക്കെ ഇരിപ്പിടം നാളെക്കുറിച്ചിട്ടുള്ള ചിന്തയും ഇന്നലെയെക്കുറിച്ചിട്ടുള്ള ആകുലതയാണ്. ഈശ്വര, ഇന്നലെ എങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ, ഇന്നലെ എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എങ്ങനെയൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, ഇനിയിപ്പോൾ നാളെ എങ്ങനെയാ ആവുക, എന്തായിരിക്കും ഇപ്പോൾ നാളത്തെ അവസ്ഥ? രണ്ടിലും നമുക്കിങ്ങനെ ചിന്തിച്ച് കൂട്ടി മനസ്സിനെ വെറുതെ വിഷമിപ്പിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഈ രണ്ട് ചിന്തയ്ക്കും. ഇന്നലെ എങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഈ CD-യും കാസറ്റൊക്കെ റിവൈൻഡ് അടിക്കുന്നത് പോലെ ഇന്നലെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ചികിത്സ നടത്താനൊന്നും പറ്റില്ല. ഇന്നലെ കഴിഞ്ഞത് തന്നെയാണ്. ഇപ്പം നാളെ എങ്ങനെയാവും, എങ്ങനെയാണോ ആവേണ്ടത് അതുപോലെ ആവും, എന്താണോ വരേണ്ടത് അതേപോലെ വന്നോളും. ഈ ചിന്തയിൽ നിന്നുകൊണ്ട് ഇതന്നെയാ യോഗം എന്ന് പറഞ്ഞാൽ. കർമ്മയോഗത്തിൽ ആ യോഗം എന്ന് ഭഗവാൻ ഉദ്ദേശിച്ചത് ഇതിനെ തന്നെയാണ്. സിദ്ധി അസിദ്ധിയോ സമോഭൂത്വ സമത്വം. ഈ സമത്വഭാവം സിദ്ധിയിലും അസിദ്ധിയിലും എനിക്ക് കഴിയില്ല. ഞാൻ വിചാരിച്ചതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ എന്നിലേക്ക് വന്നോളുന്നില്ല. എനിക്കിഷ്ടമുള്ളതിനെ ഞാൻ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലോട്ട് അത് പോവാതിരിക്കൂല. ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവമുപേക്ഷണീയം. വരുന്നതിനൊക്കെ സ്വീകരിച്ചോളാം, പോകുന്നതൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചോളാം. പറയൽ എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു അല്ലേ? വരുന്നതിനൊക്കെ സ്വീകരിച്ചോളാം, പോകുന്നതൊക്കെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചോളാം. കഴിയുമോ? അത് എത്ര എളുപ്പത്തിൽ പറയുന്നത് പോലെ കഴിയുമോ? ഇഷ്ടമില്ലാത്തതൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പം അതിനൊക്കെ സ്വീകരിക്കുക, ഇഷ്ടമുള്ളതൊക്കെ പോകുമ്പോൾ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക. കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ അതിനെ കഴിയുന്നുള്ളൂ, എന്നും അതേ കഴിയുള്ളൂ അല്ലേ? അതല്ലേ വാസ്തവം. ആലോചിച്ച് നോക്കൂ. ഇന്നിപ്പം മനസ്സുകൊണ്ട് ഈ അജ്ഞാനത്തിൽ അടിമപ്പെട്ട് മനസ്സുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാവുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ളത് ഇന്നും പോകുന്നുണ്ട്, ഇഷ്ടമില്ലാത്തത് ഇന്നും വരുന്നുണ്ട്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും, എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഇന്നിപ്പോൾ ഇതിലൊക്കെ എനിക്ക് കർത്തൃത്വമുണ്ട്, ഇതിലൊക്കെ എനിക്ക് നിയന്ത്രണമുണ്ട് എന്നുള്ള അജ്ഞാന ചിന്ത ഉള്ളതുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ പോകുമ്പം നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്. ഇഷ്ടമുള്ളതിന് വേണ്ടി നമ്മൾ വല്ലാതെ കൊതിക്കുന്നുണ്ട്, വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടാതിരിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് ഇടയ്ക്കുള്ള ബുദ്ധിമുട്ട് വേറുണ്ട്, അത് കിട്ടാത്തതുകൊണ്ടുള്ള വിഷമം അതും വേറുണ്ട്. ആലോചിച്ച് നോക്കൂ. എന്നാൽ എന്തേ സംഭവിക്കുന്നുള്ളൂ? വരേണ്ടത് വരുന്നുണ്ട്, പോകേണ്ടത് പോവുകയും ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വ്യക്തമായിട്ട് അങ്ങ് അറിയാം. എന്നിലേക്ക് എൻ്റെ കർമ്മഫലമായി എന്തെന്തൊക്കെ വന്നു ചേരണോ അതൊക്കെ വന്നു ചേർന്നോളും, ഒക്കെ വന്നു ചേർന്നോളും. പോകേണ്ടത് പോവുകയും ചെയ്യും. ആത്യന്തികമായി ഞാൻ ഇതിനാലൊന്നും ബാധിക്കപ്പെടാത്ത ആത്മചൈതന്യമാണ്, ഈശ്വര ബോധമാണ്. ഞാൻ കർമ്മം ചെയ്യുകയോ കർമ്മം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്ന ബോധത്തോടുകൂടി. കർമ്മണി അകർമ്മയ പശ്യേൽ അകർമ്മണി ച കർമ്മജ സ ബുദ്ധിമാൻ മനുഷ്യേഷോ സയുക്ത കൃഷ്ണകർമ്മകൃത്. ഭഗവാൻ ഗീതയിൽ സ്പഷ്ടമായിട്ട് പറയും, ഇങ്ങനെ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കണ്ടുകൊണ്ട് ആര് കർമ്മം അനുഷ്ഠിക്കുന്നോ അയാളാണ് കൃഷ്ണകർമ്മകൃത്. ബുദ്ധിമാൻ, അയാളാണ് ബുദ്ധിമാൻ. ശരിയാവണ്ണം കർമ്മം അനുഷ്ഠിക്കുന്നയാൾ. കർമ്മം ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ഞാനല്ല. രണ്ടിലും ഭേദമുണ്ടേ. ഞാൻ കർമ്മം ചെയ്യുന്നു, അപ്പോഴും ഞാനുണ്ട് കർമ്മമുണ്ട്. ഞാൻ കർമ്മം ചെയ്യുന്നില്ല, അപ്പോഴും ഞാനുണ്ട് കർമ്മമുണ്ട്. ആത്യന്തികമായിട്ട് ഭേദമില്ല. ഇത് രണ്ടും ഞാനല്ല, ഞാൻ രണ്ടിനും സാക്ഷിയായിട്ടുള്ള, ഞാൻ ഇതിനാലൊന്നും ബാധിക്കപ്പെടാത്ത ആത്മബോധമാണ് എന്ന തലത്തിൽ നിന്നുകൊണ്ടുള്ള കർമാനുഷ്ഠാനം. അതാണ് കർമ്മയോഗം എന്ന് വെച്ചാൽ. ഇവിടെ പ്രാഥമിക തലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, അത്
സത്യസാക്ഷാത്കാരത്തിനായിട്ട് ശ്രമിക്കുമ്പം ഈ തലത്തിലേക്ക് എത്തുന്നതിന് മുന്നേ അവിടെ ഇത് ആഗ്രഹങ്ങളോടുകൂടി ഒരു കർമ്മം അനുഷ്ഠിക്കുന്ന ഒരു തലമുണ്ട്. ആ ആഗ്രഹങ്ങളോട് കൂടിയിട്ട് തനിക്ക് സുഖം കിട്ടണം എന്ന ചിന്തയോടുകൂടി കർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റവനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചോളന്നില്ല. തൻ്റെ സുഖം മാത്രം മുൻനിർത്തി അങ്ങനെ കർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്കാരെ വേദം ആചാര്യന്മാര് വിളിക്കുന്നു, വേദത്തിലേക്ക് വിളിക്കുന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് സുഖം അനുഭവിക്കണോ? അങ്ങോട്ടേക്ക് വന്നോളൂ. സുഖത്തിന്റെ ഏറ്റവും ഉയർന്നതായ അവസ്ഥയിലെ കൊണ്ട് ഇരുത്തി തരാം. എവിടെയത്? ഭൗതിക സുഖത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എവിടെയാ? സ്വർഗമാണ്. സ്വർഗകാമോ യചേതാ, വരൂ യാഗം ചെയ്യൂ, സ്വർഗം അനുഭവിക്കൂ. സ്വർഗകാമനായിട്ടുള്ള ആള് യാഗം ചെയ്യൂ, എന്നാ സ്വർഗത്ത് പോയിട്ട് സുഖം അനുഭവിക്കാം. അപ്പൊ സ്വർഗത്തെ ഏറ്റവും ഉത്കൃഷ്ടമായി കരുതുന്ന ആ താഴ്ന്ന തലത്തിലെ സ്വർഗത്തെ ഉത്കൃഷ്ടമായിട്ട് കരുതുള്ളൂ. ഒന്ന് ഉയർന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ അവസ്ഥ വ്യക്തമായിട്ട് ബോധ്യമാവും. അപ്പൊ സ്വർഗത്ത് പോയ സുഖം ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. ലോകമാണോ? അവിടെ ഭേദം ഉണ്ടാവും, രണ്ടുണ്ടാവും. രണ്ടുണ്ടോ? അവിടെ സുഖം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവും. എത്ര ഉന്നതമായ സുഖസൗകര്യങ്ങളുടെ സ്ഥലം ആയിക്കോട്ടെ, അവിടെ രണ്ടുണ്ടെങ്കിൽ പലതുണ്ടെങ്കിൽ ഉറപ്പാ ഭയം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ദേവലോകത്തിൽ വൈകുണ്ഠത്തിലങ്ങ് ചെന്നു വിചാരിക്കുക. വിഷ്ണു ഭഗവാൻ അവിടെ ഇങ്ങനെ സുഖമായി അനന്തശായി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ അവിടെ എത്തി. നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെ എത്രയോ ആൾക്കാരുണ്ട്. മഹാഗേമന്മാർ, നാരദ മഹർഷി ഉണ്ടാവും, സനകാദി മഹർഷിമാരുണ്ടാവും. അവിടെ നമ്മളങ്ങ് എത്തി. നമ്മളിപ്പം എന്തായാലും അവരെ തലത്തിലേക്ക് എത്തുന്നില്ലല്ലോ, ഒന്ന് താഴ്ത്താൻ നമ്മൾ നിൽക്കുക. ഒരു ഭേദം അവിടെ ഉണ്ട്. അപ്പൊ അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂർണ്ണ സുഖം ഉണ്ടാവില്ല. നമുക്കൊന്ന് ഉറക്കൊന്ന് വർത്താനം പറയണം തോന്നി, അപ്പോഴത്തേക്കും മിണ്ടരുതെന്ന് പറയാൻ ആളുണ്ടാവും. ആലോചിച്ച് നോക്കൂ. പിന്നെന്താ സുഖം? എനിക്കൊന്ന് നീണ്ടു നിവർന്ന് കിടക്കണം, ഇവിടെ കിടക്കാൻ പാടില്ല, അപ്പുറത്ത് കിടന്നാൽ മതി എന്ന് പറയാൻ ആളുണ്ടാവും. പിന്നെ എവിടെയാ സുഖം? പരിപൂർണ്ണ സുഖം എപ്പോഴാണ് ഉണ്ടാവുക? ആരും ഉണ്ടാവരുത്, ഞാൻ മാത്രം, പരിപൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പോഴല്ലേ പരിപൂർണ്ണ സുഖമുള്ളൂ. ഇപ്പൊ സ്വർഗത്ത് പോയാൽ ഉണ്ടാവുക? സ്വർഗത്തിൽ സുഖം ഉണ്ടാവുച്ചാൽ ഏറ്റവും അധികം ലോകത്തിലെ സുഖം അനുഭവിക്കേണ്ട ആൾ ദേവേന്ദ്രനാണ്. സ്വർഗത്തിന്റെ രാജാവാണ്, സ്വർഗത്തിന്റെ നേതാവാണ്. അപ്പൊ ഇത്രയും ഭാഗവതത്തിലെ കഥകൾ കേട്ട ദേവേന്ദ്രന്റെ കഥകൾ എത്രയോ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അധികം നമ്മൾ കേട്ടത് ദേവേന്ദ്രൻ സുഖം അനുഭവിക്കുന്ന കഥകളല്ല, ദേവേന്ദ്രന് വന്നു ചേർന്ന അബദ്ധങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. സ്വൈര്യായി സമാധാനമായിട്ട് ആ സ്വർഗത്തിൽ അധികം അയാൾക്ക് ഇരിക്കാൻ പറ്റാറില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ശത്രുക്കൾ വരും, അതല്ലാന്ന് വെച്ചാൽ ആരെങ്കിലും തപസ് ചെയ്യും. ഇനി അതുമല്ലാന്ന് വെച്ചാൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ആരെങ്കിലും 100 യാഗങ്ങളൊക്കെ ചെയ്യുണ്ടാവും, അത് നടക്കാൻ പോകണം. ഒക്കെ കൂടി എന്തെയുള്ളൂ? സ്വൈര്യം, സമാധാനമില്ല. ഈ സ്വർഗലോകത്തിന്റെ നേതാവായ ദേവേന്ദ്രൻ ഇല്ലാത്ത സുഖം അവിടെ ചെന്നെത്തുന്ന ഒരു എസ്പയുടെ 7-ാം കൂലിയായിട്ടുള്ള നമുക്ക് ഉണ്ടാവുക. നമ്മൾ അവിടെ ഇങ്ങ് ചെന്നെത്തി, ദേവേന്ദ്രന്റെ സുഖമില്ലാന്ന് പിന്നെ നമുക്ക് സുഖം ഉണ്ടാവുക? സ്വർഗത്ത് പോയിട്ട് എന്താ കാര്യം? ആയിരുന്നില്ല. മാത്രമല്ല സ്വർഗം ഒരു ലോകമാണ്. ലോകമാണോ? തിരിച്ചു പോക്കുണ്ടാവും. ഒരു ലോകത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മളിപ്പം ഈ മനുഷ്യലോകത്തിൽ നമ്മൾ ജനിച്ചു. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ഈ മനുഷ്യലോകത്തിൽ ജനിക്കുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടായി കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ച കർമ്മം കൊണ്ട്. എത്ര കാലം നമുക്ക് ഈ മനുഷ്യലോകത്തിൽ ജന്മം ഉണ്ടാവും? ഈ മനുഷ്യലോകത്തിൽ ഇതൊക്കെ അനുഭവിക്കുവാൻ എത്ര കണ്ട് നമ്മളുടെ കർമ്മം നമ്മളെ അനുവദിക്കുന്നോ അത്ര കാലം. കഴിഞ്ഞാലോ ഇവിടുന്ന് പോകണം. നമ്മളുടെ അക്കൗണ്ടിലുള്ള ഇപ്പൊ മനുഷ്യനായിട്ട് ഇത്ര കാലം ജീവിക്കണം, ഇന്ന കാര്യങ്ങൾ അനുഭവിക്കണം, ആ അക്കൗണ്ടിലുള്ളത് തീർന്ന ഇവിടുന്ന് പോണ്ടേ? അത് മനുഷ്യലോകത്തിന് മാത്രമല്ല ബാധകം, എല്ലാ ലോകത്തിനും ബാധക. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ വെച്ചിട്ട് നല്ല യാഗങ്ങളും യജ്ഞങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു, അതിന്റെ ഫലമായിട്ട് സ്വർഗത്തിലെത്തി. സ്വർഗത്തിൽ ഇങ്ങനെ സുഖം അനുഭവിക്കുമ്പോ വേറൊരവസ്ഥ ഉണ്ട്. ഇപ്പുറത്ത് നമ്മളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കുറഞ്ഞു വരും ചെയ്യും പുണ്യം. മുഴുവൻ കുറഞ്ഞു കഴിഞ്ഞാലോ ദേവേന്ദ്രൻ അടുത്തേക്ക് വിളിക്കും, പോയിക്കോളാൻ പറയും ചെയ്യും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിക്കുന്ന സമയത്ത് ഇങ്ങോട്ടന്നെ പോരേണ്ടി വരും. ഭൗതികമായ ഏതൊരു സുഖവും, ഈ കൽപ്പനയിലൂടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത് അതാ, ഭൗതികമായ ഏതൊരു സുഖവും തിരിച്ചുവരവുള്ളതാണ്. സുഖമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. ആ സുഖം അനുഭവിച്ച് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോരേണ്ടി വരും, അതില്ലാതെയാവും. അല്ലെങ്കിൽ നമുക്കതിനെ ഉപേക്ഷിക്കേണ്ടി വരും. ഒന്നുകിൽ നമ്മളില്ലാതെയോ അല്ലെ അതില്ലാതെയാവും. അതുമായിട്ടുള്ള ചേർച്ച എപ്പോഴും ഉണ്ടാവില്ല. ഇവിടെ സംയോഗം നടന്നിട്ടുണ്ടോ? ഏത് വസ്തുവാണെങ്കിലും ശരി, സംയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം വിയോഗം ഉണ്ടാവുക എന്ന് മാത്രമാണ്. ഉറപ്പാ വിയോഗം ഉണ്ടാവും. കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ വിട്ടു പിരിയും, സംശയമില്ല. രണ്ട് വസ്തുവായിട്ട് ഇങ്ങനെ കൂടി ചേർന്നുകൊണ്ട് എപ്പോഴും ഉണ്ടാവില്ല. ആ കൂടിച്ചേർന്ന അവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ വിട്ടുപിരിയലായിട്ട് മാറും. അത് സ്വർഗമായിട്ടുള്ള കൂടിച്ചേരലാണെങ്കിലും ഞേത്തും നമ്മളിൽ നിന്നും അന്യമായ ഒന്നുമായിട്ടുള്ള കൂടിച്ചേരൽ വിട്ടുപിരിയലിലെ കലാശിക്കു സ്ഥിരമായിട്ടുണ്ടാവില്ല. വിട്ടുപിരിയുമ്പോഴോ കൂടുതൽ വിഷമം ഉണ്ടാവും.
സ്വർഗത്ത് പോയിട്ട് സുഖമൊക്കെ അനുഭവിച്ചു, സന്തോഷമൊക്കെ അനുഭവിച്ചില്ലാച്ച കുഴപ്പമില്ല. ഇതൊക്കെ അനുഭവിച്ചിട്ടങ്ങ് സുഖമായി വരുമ്പോഴത്തേക്ക് ദേവേന്ദ്രൻ വിളിച്ച് പോയിക്കോളാൻ പറഞ്ഞാൽ എത്ര വിഷമം ഉണ്ടാവും. അതിനേക്കാളും നല്ലത് അങ്ങോട്ട് പോകാതിരിക്കല്ലേ. ആലോചിച്ച് നോക്കുക. അപ്പൊ സ്വർഗം എന്ന് വെച്ചാൽ അത്ര കേമൊന്നുമല്ല. പക്ഷേ അത് പ്രാഥമിക തലത്തിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഈ പുറമെ ഈ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതൊക്കെ തന്നെയാണ് കേമം എന്ന് വിചാരിക്കും. അപ്പൊ നല്ല കാഴ്ച കാണുക, നല്ല ശബ്ദം കേൾക്കുക, നല്ല രൂപം കാണുക, നല്ല ഭക്ഷണം കഴിക്കുക, അവിടെ മാത്രമേ അവന്റെ ശ്രദ്ധ നിൽക്കുള്ളൂ. അവന്റെ മനസ്സ് അവിടെ മാത്രമേ നിൽക്കൂ. അങ്ങനെയുള്ള ഒരാളെ ഇങ്ങോട്ടേക്ക് വരുമോ, എന്നിട്ട് ഉപനിഷത്ത് കേൾക്കുമോ, വേദാന്തം കേൾക്കുമോ എന്ന് പറഞ്ഞാൽ നിന്ന് തരുമോ? തരില്ല. അവന് മറ്റേതാ കേമം. അപ്പൊ അങ്ങനെയുള്ളയാളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് വേദത്തിൽ കർമ്മകാന്ഡം വിധിക്കപ്പെട്ടു. വേദത്തെ നമുക്ക് പ്രധാനമായിട്ടും കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം രണ്ടായിട്ട് തിരിക്കാം. ഈ കർമ്മകാന്ഡം എന്നതിലൂടെ സംഹിതാ ഭാഗങ്ങൾ, ജ്ഞാനകാന്ഡം എന്ന് വെച്ചാൽ ഉപനിഷത്ത്, കർമ്മകാന്ഡം എന്ന് വെച്ചാൽ മറ്റ് സംഹിത, ആരണ്യം, ബ്രാഹ്മണമൊക്കെ കൂടെ നമുക്ക് കർമ്മകാന്ഡം എന്ന് പറയാം. അവിടെ ഈ കർമ്മകാന്ഡത്തിൽ വിധിക്കപ്പെട്ട കർമ്മങ്ങളൊക്കെ, ഈ യാഗയജ്ഞങ്ങളൊക്കെ സാധകനെ ചിത്തശുദ്ധിയുടെ ഉയർന്ന തലത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടതാണ്. ലക്ഷ്യം ജ്ഞാനകാന്ഡമാണ്, ഉപനിഷത്താണ്. അതാണ് വേദസ്യ അന്തം വേദാന്തം. വേദത്തിന്റെ അവസാനമാണ് വേദാന്തം. അവസാനം എന്ന് വെച്ചാൽ വേദം എന്ന് പറഞ്ഞ വലിയൊരു പുസ്തകം, അതിന് അവസാന പേജുകളിൽ എഴുതി വെച്ച കാര്യം നല്ല മനസ്സിലാക്കേണ്ടത്. വേദത്തിന്റെ പരമമായ താല്പര്യം സംഹിതാഭാഗങ്ങളിൽ നമുക്ക് ഉപനിഷത്ത് കാണാം. ഏറ്റവും അവസാനം മാത്രം നല്ല ഉപനിഷത്ത് കാണുക. സംഹിതോപനിഷത്തുകൾ എത്രയുണ്ട്. അപ്പം വേദാന്തം എന്ന് വെച്ചാൽ വേദത്തിന്റെ പരമമായ താല്പര്യം, അവസാന വാക്ക് എന്ന് പറയില്ലേ. അവസാന വാക്ക് എന്ന് വെച്ചാൽ അവസാനം പറയുന്ന വാക്ക് നല്ല അർത്ഥം. പരമമായ താല്പര്യം അതെന്താണ്? അത് ഉപനിഷത്താണ്, അത് വേദാന്തമാണ്. ആ വേദാന്ത ശ്രവണത്തിനും വേദാന്ത ഉപാസനയ്ക്കും അതിനൊരു പ്രാപ്തി വേണം. അത് ഏറ്റവും താഴ്ന്ന തലത്തിൽ, ഏറ്റവും ലൗകിക തലത്തിൽ അത് സാധിക്കില്ല. അപ്പൊ ആ പ്രാപ്തി നമുക്ക് നൽകുന്നു കർമ്മകാന്ഡം. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ. വ്യക്തമായിട്ട് ശങ്കരാചാര്യസ്വാമികളും വിവേക ചൂടാമണിയിൽ പറയും, ചിത്തശുദ്ധിക്കായിക്കൊണ്ടാണ് കർമ്മങ്ങൾ വിധിച്ചിട്ടുള്ളത്, വസ്തുവിന്റെ ഉപലബ്ധിക്കായിട്ടല്ല. അവിടെ വസ്തു എന്ന് ഉദ്ദേശിക്കുന്നത് സത്യസാക്ഷാത്കാരമാണ്, അല്ലെങ്കിൽ സത്യത്തെയാണ്. കർമാനുഷ്ഠാനത്തിലൂടെ സത്യസാക്ഷാത്കാരം സംഭവിക്കില്ല, മുക്തി സംഭവിക്കില്ല. കർമാനുഷ്ഠാനം തൻ്റെ മുക്തസ്വരൂപം അനുഭവിക്കുവാൻ തടസ്സമുള്ള അജ്ഞാനത്തെ നീക്കി മനസ്സിനെ ശുദ്ധമാക്കി ഈ സത്യ ഉപാസനയ്ക്കുള്ള പ്രാഥമിക യോഗ്യതയായ മനഃശുദ്ധിയെ നൽകുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വയ്യേ. അത് വേണം. അതില്ലാതെ മനഃശുദ്ധിയോട്, അന്ധക്കരണ ശുദ്ധി ഇല്ലാതെ ഉപാസിക്കാനാവില്ല. ഈ അന്ധക്കരണ ശുദ്ധി കർമ്മം നൽകുന്നു എന്നർത്ഥം. അങ്ങനെ വൈദിക കർമ്മങ്ങളെ, അപ്പം സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഈ താഴ്ന്ന തലത്തിലുള്ളവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ മിഠായിയുടെ കഥ മനസ്സിലാക്കുക. അങ്ങനെ വൈദിക കർമാനുഷ്ഠാനത്തിലൂടെ ഏറ്റവും താഴ്ന്ന തലത്തിൽ നിന്നും മനസ്സിനെ പടിപടിയായി ഉയർത്തി കൊണ്ടുവരിക. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണ ബുദ്ധിയ നിസ്സംഗനായി അനുഷ്ഠിക്കുക. അങ്ങനെ പടിപടിയായി ഉയർന്ന് ആ അന്ധക്കരണ ശുദ്ധിയുടെ തലത്തിൽ ആ സാധകന്, ആ കർമ്മയോഗിക്ക് മനസ്സ് തീർത്ത് ശുദ്ധമായി പിന്നെ ജ്ഞാനമാർഗത്തിലൂടെയോ ഭക്തി മാർഗത്തിലൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ സഞ്ചരിക്കാം. സദസത് വിചാരം കൊണ്ട് സത്തിനെ അസത്തിൽ നിന്നും വേർതിരിച്ച്, അല്ലെങ്കിൽ അസത്തിനെ തീർത്തും നശിപ്പിച്ച് സത്തിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ടുള്ള യാത്ര ജ്ഞാനയോഗത്തിലൂടെ ആവാം. അല്ല, പരമപ്രേമത്തോടു കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുക ഭക്തിയോഗത്തിലൂടെ, അതും ആവാം. അപ്പൊ ഈ കർമ്മയോഗം ഈ ഏറ്റവും താഴ്ന്ന തലത്തിൽ നിന്നും സാധകനെ പടിപടിയായി ഉയർത്തി ഉയർന്ന തലത്തിലേക്ക്, ആ മനഃശുദ്ധിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നു. കർമ്മയോഗം അതാണ് കാമിനാം, ഏറ്റവും കാമികൾക്കാണ് കർമ്മയോഗം വിധിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമതായുള്ളത് ഭക്തിയോഗമാണ്. എന്താ ഭക്തി എന്ന് വെച്ചാൽ, ഭക്തി ഇപ്പം ഭക്തി ഇല്ല എന്ന് പറയാൻ വയ്യ. ഭക്തി ഇങ്ങനെ കൂടി വരികയാണ്. ഒരു 19 കൊല്ലം മുന്നതിനേക്കാളൊക്കെ ഭക്തി കൂടുതലാണ്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ വലിയ വലിയ മഹാക്ഷേത്രങ്ങളാവുന്നുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ എന്താ ജനം, എന്താ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിച്ചു വരുന്നു. നമ്മളിങ്ങനെ പ്രഭാഷണത്തിലൂടെയൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് ഭക്തി വർദ്ധിക്കുന്നുണ്ടെന്ന്. നിൽക്കട്ടെ, ഭക്തി വർദ്ധിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും വേറൊരു ഭാഗത്ത് ആ ഭക്തി വർദ്ധിക്കുന്നതിനെ കൊണ്ട് ഉണ്ടാവേണ്ടുന്ന ഗുണം സമൂഹത്തിൽ തീർത്തുണ്ടായതായിട്ട് കാണുന്നില്ല. അതെന്തേ അങ്ങനെ ഒരു വൈരുദ്ധ്യം വരാൻ കാരണം?
ഒരു 50 കൊല്ലം മുന്നത്തതിനേക്കാൾ ഭക്തി കൂടിയുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, ശരി, അമ്പലത്തിലൊക്കെ ആൾക്കാർ കൂടിയുണ്ട്. എന്നാൽ ഒരു 50 കൊല്ലം മുന്നത്തതിനേക്കാൾ ശാന്തിയും സമാധാനവും സുഖം സന്തോഷം സമൂഹത്തിലുണ്ടോ? തീർത്തും അനുവാദം ഇല്ല എന്ന് പറയുമ്പോൾ, പക്ഷെ തീർത്തും അനുവാദം ശരിയാവുന്നില്ല. അതെന്തുകൊണ്ട് ശരിയാവുന്നില്ല? അവിടെയാണ് എന്താണ് ഭക്തി എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ ഭക്തി എന്നുള്ള രീതിയിൽ ഏറെയും നമ്മൾ കണ്ടുവരുന്നത് മനുഷ്യന് പ്രശ്നങ്ങൾ ഇങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങളാണ്. പല പല കാരണങ്ങളുണ്ട്. സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു പോകുമ്പോൾ പല പല വിഷയങ്ങളുണ്ട്. സുഖത്തിൻ്റെ പല പല അവസ്ഥകൾ നമ്മൾ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഭൗതിക സുഖത്തിൻ്റെ പല പല അവസ്ഥകൾ നിരന്തരം പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ആസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും ഒരു ഭാഗത്ത്. അപ്പോൾ വർദ്ധിച്ചതായ ഭോഗാസക്തി ഒരു ഭാഗം, വേറൊരു ഭാഗത്ത് മൂല്യങ്ങൾ തമസ്കരിക്കപ്പെടുകയാണ്, മൂല്യങ്ങൾ തീർത്തും നിരസിക്കപ്പെടുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന വേളയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് വെച്ചാൽ വല്ലാത്തൊരു അരക്ഷിതത്വ ബോധം, വല്ലാത്തൊരു അരക്ഷിതത്വം, ഒരു കൂട്ടായ്മയൊന്നും ഉണ്ടാവുന്നില്ല. ബന്ധങ്ങൾക്കൊന്നും ഒരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥ. തനിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ. ഒരാളില്ല പറയാൻ, ഒരാൾ തനിക്ക് രക്ഷണ്ടെന്നുള്ള വിചാരമില്ല. പ്രശ്നങ്ങൾ നിരവധി. അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും മനുഷ്യനൊരു ആശ്രയത്തിനായിട്ട് അലയുകയാണ്. ആ അലച്ചിലിൽ ഒരു കേന്ദ്രം ക്ഷേത്രം, ഭഗവാൻ. തൻ്റെ പ്രശ്നങ്ങൾ തീരണം. തെറ്റാന്ന് പറയുന്നില്ല, പക്ഷേ അത് തെറ്റാവുന്നത് തൽക്കാലം തൻ്റെ പ്രശ്നം തീരുക, തനിക്ക് സുഖം കിട്ടുക എന്നുള്ള ഒരൊറ്റ ചിന്തയ്ക്ക് അടിമപ്പെട്ട് മാത്രം ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴാണ്. അതിലുപരി ഒരു വലിയൊരു സമൂഹം ഇപ്പോഴും ഇല്ല എന്നർത്ഥം. ആലോചിച്ച് നോക്കൂ. ഇതുപോലെയുള്ള ഇവിടെ ഇപ്പോൾ ഒരു മഹാസത്രമൊക്കെ ആയതുകൊണ്ട് ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹമൊക്കെ നടക്കുമ്പം, അതും ഇപ്പം സപ്താഹത്തിന് ധാരാളം ആളുണ്ടേ, ഇല്ല എന്ന് പറയാൻ വയ്യ. പക്ഷെ പലപ്പോഴും ഈ ആൾക്കാർ വന്നിരിക്കുന്ന സമയം, ആൾക്കാരുടെ മനോഭാവം നമ്മൾ കുറ്റം പറയുന്നില്ല, അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക, ഒക്കെ നോക്കുക. ഈ സപ്താഹവും അമ്പലത്തിൽ അതിഗംഭീരമായിട്ടൊരു 15 ആനയും ഒരു 10 ലക്ഷം റുപ്യേൻ്റെ വെടിമരുന്നുള്ള ഒരു ഉത്സവം, ഏതിനാൾ കൂടുക? ആലോചിച്ച് നോക്കുക. ഗംഭീര ഗാനമേള, മിമിസ് പരേഡ്, അതിഗംഭീരമായിട്ടുള്ള ഉത്സവം ഒരു ഭാഗത്ത്. അത് ഒരു 7 ദിവസം, അത് ഒരു 7 ദിവസം ഗീതാജ്ഞാന യജ്ഞം. ഗീതാജ്ഞാന യജ്ഞത്തിന് നമുക്ക് വിരലൊക്കെ എണ്ണിയെടുക്കാം. നമ്മുടെ പൊതുവെ ഒരു അവസ്ഥയാണ്. മറ്റേതോ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഗൗരവമായി ഈ ഒരു ആധ്യാത്മികതയിലേക്കുള്ള ശ്രദ്ധ വരുന്നില്ല. തൽക്കാലം തന്നെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ശക്തിയാണ് ഈശ്വരൻ. തന്നെക്കാൾ വലിയൊരു ശക്തിയാണ്. തൻ്റെ പൗരുഷത്തിനേക്കാൾ എത്രയെത്രയോ ഉയർന്ന ഒരു ശക്തിയാണ്. അപ്പം ആ തന്നെക്കാൾ ഉയർന്ന ശക്തിക്ക് മുന്നിൽ താഴ്ന്ന് കൂപ്പിട്ട് പലതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ പല കാര്യങ്ങൾ സാധിക്കും എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അപൗരുഷേയമായൊരു ശക്തിക്ക് മുന്നിലുള്ള വിധേയത്വം, തൻ്റെ കാര്യങ്ങൾ സാധിക്കുവാനായി അപൗരുഷേയമായൊരു ശക്തിക്ക് മുന്നിലുള്ള ഒരു വിധേയത്വമായിട്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഭക്തിയെ കാണുന്നത്. അതല്ല ഭക്തി എന്ന് പറഞ്ഞാൽ. അതിനെയല്ല നമ്മളുടെ ആചാര്യന്മാർ ഭക്തിയെ കൊണ്ട് ഉദ്ദേശിച്ചത്. ഭജ സേവായാം എന്ന പാണിനീയ ധാതുവിൽ നിന്നാണ് ഭക്തി എന്നുള്ള പദം ഉണ്ടാവുന്നത്. സേവിക്കുക, സേവനം. എന്താ സേവനം എന്ന് പറഞ്ഞാൽ? ഇങ്ങോട്ടേക്കൊന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും കിട്ടണമെന്നുള്ള ചിന്ത ഇല്ലാതെ നിസ്വാർത്ഥമായിട്ട് അങ്ങോട്ടൊക്കെ സഹായിക്കുമ്പോഴാണ് അത് സേവനമാവുന്നത്. അപ്പം നമ്മളതൊക്കെ വല്ലാതെ തെറ്റിദ്ധരിച്ച് പ്രയോഗിച്ച് വഷളാക്കിയിട്ടുണ്ട്. 10-20 കൊല്ലമായിട്ട് സർക്കാർ സേവനം നടത്തുന്നയാളെന്നൊക്കെ പറയാറുണ്ട്. സർക്കാർ സേവനമൊന്നുമല്ല. ശമ്പളം വാങ്ങുന്നുണ്ട്, കിട്ടിയില്ല എന്ന് വെച്ചാൽ പിന്നെയും സമരം ചെയ്യുന്നുണ്ട്. ഡിസംബർ മാസത്തെ ശമ്പളം കിട്ടാത്തതുകൊണ്ട് പകുതി മുക്കാൽ ആൾക്കാരും സമരത്തിലാണ്. ഇതിൻ്റെ സേവനം എന്ന് പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുമോ? സേവനം എന്ന് വെച്ചാൽ നിസ്വാർത്ഥമായ പ്രവൃത്തിയാണ്. ഈ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവൃത്തി ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായി അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പം അവിടെ അതിനടിസ്ഥാനമായിട്ടുള്ളത് അയാളിലുള്ള യഥാർത്ഥ സ്നേഹമാണ്. അപ്പം നിസ്വാർത്ഥമായ പ്രവൃത്തിക്ക് ആധാരം എപ്പോഴും പ്രേമമായിരിക്കും, ഇഷ്ടമായിരിക്കും, അയാളോടുള്ള ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനോടാണ് നമുക്കിഷ്ടം, അയാളോടല്ല. ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നു, എന്തിനു വേണ്ടിയിട്ട്? പ്രധാരണ ഉപനിഷത്ത് പറയുന്നുണ്ട്, ആത്മനസ്തുകാമായ, തൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ചായ സമയാസമയത്ത് കിട്ടണം, തൻ്റെ ഷർട്ടൊക്കെ തേച്ച് തരണം, തൻ്റെ വസ്ത്രമൊക്കെ അലക്കി തരണം, ഇതൊക്കെ നല്ലോണം ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഭാര്യയെ സ്നേഹിക്കുന്നു. നല്ലോണം അവളെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടുവന്നാലേ അവളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതൊക്കെ കിട്ടുള്ളേ. പ്രേമെന്ന് പറയാൻ പറ്റുമോ? വേണ്ട, പ്രേമൊന്നും വേണ്ട, സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? ഭാര്യയോട് സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല.
പറയാൻ പറഞ്ഞോളൂ, പക്ഷെ അവിടെ സ്നേഹം എനിക്ക് എന്നോട് തന്നെയാണ്, ഭാര്യയോടല്ല. എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഭംഗിയായിട്ട് നടന്നു പോകണം. അത് നടന്നു പോകാൻ തൽക്കാലം ഭാര്യയെ സ്നേഹിച്ചേ തീരും, അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുകയാണ്. ഈ രീതിയിലുള്ള ഇതിപ്പോൾ ഭാര്യയോടും ലൗകികമായി പല വസ്തുക്കളോടും നമുക്ക് സ്നേഹമുണ്ടെന്ന് പറയുമ്പോഴും അതൊക്കെ നല്ലോണം ചിന്തിച്ചാൽ ഈ രീതിയിൽ തൻ്റെ സ്വാർത്ഥതയുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. അതന്നെയാണ് പലപ്പോഴും നമുക്ക് ഭഗവാനിലും കാണാൻ കഴിയുന്നത്. ഇന്ന് ഭക്തി എന്നുള്ള രീതിയിലും ഈശ്വരനിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതന്നെയാണ്. ഏറിയതും കാണാൻ കഴിയുന്നത്, തീർത്തും പറയുന്നില്ല, ഏറിയതും കാണാൻ കഴിയുന്നത്. അമ്പലത്തിലേക്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നു, വഴിപാടുകളൊക്കെ കഴിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പലതും സാധിക്കാണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് സാധിക്കാനുള്ളത്. അവിടെ പോയിട്ട് പറയാൻ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ലിസ്റ്റ് എഴുതി കൊണ്ടുവന്ന് വായിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. അതും പല ആൾക്കാരെയും പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടവും ഒക്കെ കൂടെ വരും. ഭഗവാനെ എനിക്ക് ഇന്നത് സാധിച്ചു തരണേ, അല്ലെ മോനെ ജോലി കിട്ടണേ, മോളെ കല്യാണം കഴിയണേ. മോളെ കല്യാണം കഴിഞ്ഞാൽ മോന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങേക്കൊരു തുലാഭാരം നടത്തി തരാം, അല്ലെ ഒരു പാൽപ്പായസം റെസീറ്റാക്കാം, അല്ല 1000 രൂപേൻ്റെ പാൽപ്പായസം ഞാൻ കഴിച്ചു തരാം. ആലോചിച്ച് നോക്കൂ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രൊബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞിട്ട് കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ തുലാഭാരം നടത്താം. ഇല്ലെങ്കിൽ നടത്തില്ല. ഈശ്വരനെ പോലും വിശ്വാസമല്ല, ആദ്യം നടത്തിയ അയാൾ പറ്റിക്കുമെന്നുള്ള പേടിയാണേ. ഞാൻ ആലോചിച്ച് നോക്കൂ, വിലപേശലുകളെ കൊടുത്തിട്ട് പറയാം, അതിൽ ലേശം കൂടി ഒരു മാന്യത ഉണ്ട്, അതും കൂടിയില്ല. പേടിപ്പിക്കല. എനിക്ക് മര്യാദയ്ക്ക് അത് സാധിച്ചു തന്നാൽ ഞാനിത് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ അതിന് കിട്ടില്ല എന്നാണ്. നമ്മളൊരു 1000 രൂപേൻ്റെ പാൽപ്പായസോ അല്ലെങ്കിൽ ഒരു തുലാഭാരോ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരാളൊന്നുമല്ല ഈശ്വരൻ എന്ന് പറഞ്ഞാലേ. പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു ധാരണ അതാണ്, പല ആൾക്കാരുടെയും ധാരണ അതാ. ഇവിടെയൊന്നും യഥാർത്ഥ ഭക്തിയുടെ ഒരു പൊടി പോലും കാണാൻ സാധിക്കില്ല. ഇതൊക്കെ എന്താ പറയുക, വെറൊരു കച്ചവട ബന്ധം മാത്രം. ഭക്തി തന്നെ പറയാൻ വയ്യ. കടയിൽ ചെന്നിട്ട് നമ്മൾ പണം കൊടുത്തിട്ട് അരി വാങ്ങുന്നുണ്ട്. കടക്കാരനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കണം. അതെന്നെ 100 രൂപയ്ക്ക് എത്ര അരി കൂടുതൽ അവനൊന്നും വാങ്ങാൻ പറ്റുന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത്. ഇല്ല, എത്ര കണ്ട് അവനെ പറ്റിക്കാൻ പറ്റുന്നുള്ള ചിന്ത, എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ചിന്തയുള്ളത്. 100 രൂപ കൊടുക്കുന്നത് തന്നെ സങ്കടത്തോടു കൂടിയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ആലോചിച്ച് നോക്കും. ഇതേപോലെ തന്നെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, അമ്പലത്തിൽ പല കാര്യം ചെയ്യുന്നുണ്ട്, വഴിപാട് കഴിക്കുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പം ചെയ്യല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇതൊക്കെ ഭക്തിയാണോ? ആലോചിച്ച് നോക്കും. ഇന്നിപ്പോൾ ഭക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഏറിയൊന്നും കാണുന്നത് ഇതൊക്കെയാണ്. എന്തെന്തൊക്കെ ദുരാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഭക്തിക്ക് പേറി നടക്കേണ്ടി വരുന്നത് യാതൊരവസ്ഥ തന്നെയാണ്. പത്രത്തിലൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ പേജ് മുഴുവൻ, 2ാമത്തെ നിശ്ചയില്ല, 2ാമത്തെ ഇല്ലാന്ന് തോന്നുന്നു, 3ാമത്തെ 4ാമത്തെയാണ് പരസ്യങ്ങളുടെ പേജ് ഉണ്ടല്ലോ. എന്തെന്തൊക്കെ യന്ത്രങ്ങളാണ്. കാമാകർഷണ ഭൈരവയന്ത്രം, പിന്നെന്താ അഷ്ടൈശ്വര്യ മഹാസിദ്ധി യന്ത്രം, ധനാകർഷണ, അതാണ് ധനാകർഷണ ഭൈരവയന്ത്രം. പത്രത്തിലുള്ളത് പോട്ടെ, TV-യിൽ ടെലി ഷോപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതിൽ ഓരോരോ മാലയും കാവ്യമൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ ഇത് കച്ചവടം ചെയ്യുക. ഇതങ്ങ് ധരിച്ചാൽ മതി, നിങ്ങളുടെ സകല പ്രശ്നം തീരും, ധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്തിക്ക്, ഇതൊക്കെ ഭക്തി, ഇതൊക്കെ ഹിന്ദുമതത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇമാതിരി അന്ധവിശ്വാസങ്ങളെ ഒക്കെ പേറി നടക്കേണ്ട ഗതികേട് വരികയാണ്. ഇതൊന്നും ഭക്തിയല്ല. ദയവ് ചെയ്തിട്ട് ഇതിനൊന്നും ഹിന്ദു സംസ്കാരമായിട്ടോ ഭക്തിയായിട്ടോ യോജിപ്പിക്കരുത്. കള്ളന്മാരെ അവരുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട് ഉദരപൂരണത്തിനായിട്ട് ഓരോന്ന് ചെയ്യുന്നു എന്നല്ലാതെ അതിനെ തീർത്തും തള്ളിക്കളയുന്നില്ല. നമ്മളിപ്പോൾ എന്തിൽ നിന്നും നല്ലത് വേണമെന്നുണ്ടല്ലോ. ഒരു ചരട് കെട്ടുക, ഒരു ഏലസ് കെട്ടുക, അതൊക്കെ ഒരു ഓട്ടോ സജസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കോളജിയിലുണ്ട്. നമുക്ക് മനസ്സിന് നമ്മൾ തന്നെ നല്ലോണം അങ്ങ് പവർ കൊടുക്കുക. ആ രീതിയിൽ ഞാൻ ചരട് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിതാ ഏലസ് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്നും ബാധിക്കില്ല. ആ രീതി മനസ്സിനൊരു ശക്തി തരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മനസ്സിനൊരു ശക്തി തരുന്നുണ്ട്, അതിനുടേതായ ശക്തിയുണ്ട്. അതിലുപരിയായിട്ട് മാറുമ്പം അപകടം തന്നെയാണ്. അപ്പം ആദ്യമേ പറയും, ഇതൊന്നും അല്ല ഭക്തി. ഇന്ന് ഈ ഭക്തിയുടെ പേരിൽ നമ്മൾ കാണുന്ന ഒരു 90% ഭക്തിയല്ല, ശുദ്ധ അന്ധവിശ്വാസമാണ്. എന്തുകൊണ്ട് ഈ അന്ധവിശ്വാസം ഉണ്ടാവുന്നു? അവിടെയാണ് വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ തീർത്തും പ്രസക്തമാവുന്നത്. എവിടെ തത്വചിന്തയില്ലാത്ത ഭക്തിയുണ്ടോ അവിടെ അന്ധവിശ്വാസം ഉണ്ടാവും. എവിടെ ഭക്തിയില്ലാത്ത ചിന്തയുണ്ടോ അവിടെ നാസ്തികവാദം ഉണ്ടാവും. ഭക്തിയില്ലാതെ തീർത്തും തത്വചിന്ത മാത്രമാണ് വെച്ചാൽ ഒരു നാസ്തികവാദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി തത്വചിന്ത ഇല്ലാതെ ഭക്തിയോ അത് അന്ധവിശ്വാസത്തിലേക്കാണ് നയിക്കുക. ഇന്നിപ്പം ഈശ്വരൻ ആരാ നിശ്ചയില്ല, ഉണ്ടാവാനൊട്ട് താല്പര്യമില്ല. ആരെ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ കാര്യം സാധിക്കുകയുണ്ടോ?
എന്ത് വികാരാണെങ്കിലും അറിഞ്ഞിട്ട് ഉണ്ടാവുന്ന സമയത്തല്ലേ അത് നിലനിൽക്കുക. ആലോചിച്ച് നോക്കൂ, അത് യഥാർത്ഥാവുക. നിങ്ങൾക്കിപ്പം എന്നോടുള്ള ശത്രുതയാണെങ്കിലും സ്നേഹമാണെങ്കിലും ഞാൻ ആരാണെന്ന് വ്യക്തമായി അറിഞ്ഞാലല്ലേ അതിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഞാൻ മഹാദുഷ്ടനാണ്, കൊള്ളരുതാത്തവനാണെന്ന് അറിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എന്നോടുള്ള ശത്രുത, വിരോധം ശക്തമായിട്ട് നിലനിൽക്കും. ഇനിയിപ്പോൾ നല്ല ആളാണെന്ന് അറിഞ്ഞാൽ ഇഷ്ടവും നിലനിൽക്കും. എന്നെ പറ്റിയിട്ടുള്ള അവ്യക്തമായ അറിവ് എന്നിലുള്ള ഏത് ഭാവമാണെങ്കിലും അതിനെ നിരന്തരം നിലനിർത്തില്ല. അപ്പൊ ഇതന്നെ ഈശ്വരനിലുള്ള ഭക്തി, ഈശ്വരനെ ഭഗവാനെ വ്യക്തമായി അറിഞ്ഞിട്ടുള്ളതാവണം. അപ്പോഴത് യഥാർത്ഥ ഭക്തിയാവുന്നതും നിരന്തരമായിട്ട് നിലനിൽക്കുന്നതും. അതാണ് ജ്ഞാന വൈരാഗ്യയുക്തയാ. എത്രയെത്ര സന്ദർഭങ്ങളിലാണ് ഭാഗവതം പറയുന്നതെന്ന് അറിയോ? ജ്ഞാനവും വൈരാഗ്യവും കൂടി ചേർന്നതായ ഭക്തിയോട് കൂടിയിട്ട്. മാഹാത്മ്യത്തെ തന്നെ എന്താ നമ്മൾ കേട്ടത്? ഭക്തി നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട്, തളർന്ന് എണീക്കാൻ വയ്യാതെ കിടക്കുന്നവരാരാ? ജ്ഞാനവും വൈരാഗ്യവുമാണ്. ഈ ജ്ഞാനവും വൈരാഗ്യവും തളർന്ന് കിടക്കുന്നതുകൊണ്ട് ഭക്തിക്ക് കഴിവുണ്ടെങ്കിൽ പോലും ഭക്തിക്ക് എണീക്കാൻ പറ്റുന്നില്ല. മക്കളുടെ കാര്യം നോക്കിയിട്ട് ഭക്തി അവിടെ ഇരിക്കുക. നമ്മളുടെയൊക്കെ അവസ്ഥ ഏതാ? ഭക്തി ഉണ്ടെങ്കിലും സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ ഏതാണ്? ജ്ഞാന വൈരാഗ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ ഭക്തിയുടേതായ ഗുണത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് നാരദ മഹർഷി വളരെ വ്യക്തമായിട്ട് ഭക്തി എന്താ തന്റെ സൂത്രങ്ങളിൽ പറയും. സാധു അസ്മിൻ പരമപ്രേമരൂപാ ഭക്തി. പ്രയോഗിച്ച പദം ശ്രദ്ധിക്കണേ. സാധു തസ്മിൻ എന്ന് വേണമെങ്കിൽ മഹർഷിക്ക് പറയാം, അവനിലുള്ള പരമപ്രേമം എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞില്ല. പറഞ്ഞതെന്താ? അസ്മിൻ, ഇവനിലുള്ള പരമപ്രേമം. ഇവനിൽ എന്ന് വെച്ചാൽ ഈ പറയുന്നവനിലും എവനിലും ഉള്ള ഭഗവാനിലുള്ള പരമപ്രേമം. അല്ലെങ്കിൽ ഈ അസ്മിൻ എന്നുള്ള പദത്തെ വെച്ചുകൊണ്ട് തന്നെ സാത്വ അസ്മിൻ പരമപ്രേമരൂപ എന്നുള്ള നാരദ മഹർഷിയുടെ ആ ഭക്തി സൂത്രം അവിടെ വെച്ച് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യ അഭിധീയത എന്നുള്ള ശങ്കരാചാര്യ സ്വാമികളുടെ നിർവചനം കൂടി ഒന്ന് ചിന്തിക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് ഒരേ കാര്യം തന്നെയാണ് രണ്ടാളും പറഞ്ഞത്. നാരദ മഹർഷി എന്താ ആചാര്യസ്വാമികൾ എന്താ പറഞ്ഞത്? സ്വന്തം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി. നാരദ മഹർഷി കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി, ഇവനിലുള്ള പരമപ്രേമത്തിനാണ് ഭക്തി എന്ന് വെച്ചാൽ ഈ അനുസന്ധാനം പരമപ്രേമത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുമ്പം അത് ഭക്തിയാവുന്നു. ഈ തത്വാനുസന്ധാനം, ആത്മാനുസന്ധാനം ജ്ഞാനവിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുമ്പം അത് ജ്ഞാനയോഗവും, വൈദിക കർമാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുമ്പം അത് കർമ്മയോഗവും, പരമപ്രേമത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുമ്പം അത് ഭക്തിയോഗവും ആവുന്നു. മൂന്നും ഒന്ന് തന്നെയാണ്. അതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സമ്പ്രദായത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഭഗവാനിലുള്ള പരമപ്രേമം, ഭഗവാൻ എന്ന് വെച്ചാൽ വേറൊരു ലോകത്തിരിക്കുന്ന ഭഗവാനല്ല. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും എന്തിലും അസ്ഥീതി ഇവ ഉപലബ്ധവ്യ. കഠോപനിഷത്ത് പറയും, ഉണ്ട് എന്നുള്ളതിലൂടെ ഉപലഭിക്കുന്നത്. എന്തും ഉണ്ടെന്ന് പറയുവാൻ ആസ്പദമായ ഉണ്മ, എന്തിനേയും അതാക്കി നിലനിർത്തുന്നത്. അതെന്തായിരിക്കും? അതിന്റെ അടിസ്ഥാന കാരണമായിരിക്കും. കാരണം നീഞ്ഞാൽ അതിന് പിന്നെ നിലനിൽപ്പില്ല. അപ്പൊ എല്ലാറ്റിൻ്റെയും അടിസ്ഥാന കാരണമായ ആ സദ്വസ്തുവിൽ ഭഗവാനിലുള്ള പരമപ്രേമമാണ് ഭക്തി എന്ന് വെച്ചാൽ. ഉപാധിരഹിതമായ നിസ്വാർത്ഥമായ പ്രേമം. എത്രയെത്ര ഭക്തന്മാരെ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുന്തിദേവി ആദ്യം തന്നെ പ്രാർത്ഥിച്ചു, അല്ലയോ ഭഗവാനെ, എനിക്ക് എത്ര ആപത്ത് വേണേയും വന്നോട്ടെ, ആപത്ത് വന്ന അങ്ങയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും, അതിനുവേണ്ടി എനിക്ക് ആപത്ത് തരൂന്ന്. നമ്മളെ ക്ഷേത്രത്തിൽ പോയിരുന്നാ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തീരണേ, എനിക്ക് സുഖമായിട്ടുള്ള ജീവിതം ഉണ്ടാവണേ എന്നാണ്. ഇവിടെ കുന്തിദേവി എന്താ പ്രാർത്ഥിച്ചത്? അങ്ങയെ സ്മരിക്കാൻ, അങ്ങയെക്കുറിച്ചിട്ടുള്ള ചിന്ത ഉണ്ടാവാൻ എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം എന്നാണ്, എത്ര വിഷമങ്ങൾ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം എന്നാണ്. അത് യഥാർത്ഥമായ സ്നേഹമാണ്. കുചേലൻ ഭഗവാന്റെ മുന്നിൽ ചെന്നു, ഒന്നും ചോദിച്ചില്ല. ഒന്നും ചോദിക്കാതെ ഇരുന്നത് കണ്ടപ്പം ഭഗവാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇദ്ദേഹം ഒന്നും ചോദിക്കുന്നില്ല? ശ്രീകാമഹ മാ ഭജൽപുര. ഇദ്ദേഹം ഇതുവരെ ശ്രീകാമനായിട്ട് എന്നെ ഭജിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ള ചിന്ത ഇതുവരെ ഇദ്ദേഹത്തിന്റെ ഭജനത്തിൽ ഉണ്ടായില്ല. ഇപ്പം അങ്ങോട്ടേക്ക് വന്നതും അതെ, എൻ്റെ അരികെ വന്ന് എന്നിൽ നിന്നും എന്നോട് പലതും ചോദിച്ചിട്ട് അത് വാങ്ങിപ്പോയി സുഖിക്കാന്ന് വെച്ചിട്ടല്ല, മറിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ അരികെ വന്നിട്ട് ഒന്നും ചോദിക്കാത്ത ആൾക്ക് ദേവന്മാർക്ക് പോലും കിട്ടാത്തത് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ എന്ന് കരുതി ഭഗവാൻ കൊടുത്തു എന്നാണ്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥമായ സ്നേഹം. ആ സ്നേഹത്തിന് ഭഗവാൻ കൊടുത്ത പരിഗണന, ആ സ്നേഹം കൊണ്ട് ഉണ്ടായതായ ഗുണം ആലോചിച്ച് നോക്കൂ. അപ്പൊ പലർക്കും ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹമില്ലാതെ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ സാധിച്ചു തരില്ലേ? സാധിച്ചു തരും എന്നുള്ളത് വ്യക്തമായ തെളിവാ കുചേലന്റെ കഥ. ഭഗവാൻ നമ്മളുടെ സുഹൃത്തായിട്ട് കരുതി കഴിഞ്ഞാൽ
ഭഗവാന് മുന്നിൽ നിന്ന് തൊഴുന്നയാളുടെ മനസ്സിലേക്ക് ഭഗവാൻ നോക്കിയേ, ഭാവഗ്രാഹിയ ജനാർദ്ദന എന്നാ. ആ തൊഴുമ്പം ഇയാളുടെ എന്നെ കാണാൻ വേണ്ടിയിട്ടും എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ടും മാത്രം എൻ്റെ മുന്നിലേക്ക് വന്നതാ, ഒന്നിനും വേണ്ടിയിട്ടല്ല, വേറൊന്നും എന്നിൽ നിന്നും വേണ്ട, എന്നെയാണ് ഇയാൾ സ്നേഹിക്കുന്നതെന്ന് ഭഗവാന് ബോധ്യമായാൽ ഭഗവാൻ നമ്മളെ ഭഗവാന്റെ സുഹൃത്ത് വലയത്തിലെങ്ങും ഉൾപ്പെടുത്തിക്കോളും, ഭഗവാന്റെ കൂട്ടുകാരനാക്കിക്കോളും. ഭഗവാന്റെ കൂട്ടുകാരനായാലോ സംശയിക്കേണ്ട, ഭഗവാന്റെ കൂട്ടുകാരനായാൽ പിന്നെ ഭഗവാൻ നോക്കിക്കോളും എന്നർത്ഥം. ഇങ്ങനെ പരമപ്രേമത്തിലൂടെ ഭഗവാന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി കുറച്ചും കൂടി കഴിഞ്ഞാലേ ഭഗവാൻ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. കാരണം നമ്മളൊക്കെ സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ നമ്മളതൊക്കെ നമ്മൾ കൊടുക്കും. നമ്മുടെ ഭഗവാന്റെതൊക്കെ മാത്രമല്ല, ഭഗവാനെ തന്നെ നമുക്ക് തരും. ആത്മനഹ നിതരാം വേദനം ആത്മനിവേദനം. ഭഗവാനെ തന്നെ ഭഗവാൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇയാളെന്ന് ബോധ്യമായാൽ, സാധകെന്ന് ബോധ്യമായാൽ ഭഗവാനെ തന്നെ അങ്ങോട്ട് നൽകുന്നർത്ഥം. അങ്ങനെ അവിടെയും നമ്മൾ ലക്ഷ്യം ജ്ഞാനയോഗത്തിലൂടെ എത്തിയ അതേ ലക്ഷ്യം കർമ്മയോഗത്തിലൂടെ എത്തിയ സ്ഥലത്ത് തന്നെ ഭക്തിയോഗത്തിലൂടെ എത്തുന്നു എന്നർത്ഥം. ഇങ്ങനെ ഏകലക്ഷ്യമായ ആ സത്യസാക്ഷാത്കാരത്തിലേക്ക് ഉപാസകന്മാരുടെ വ്യത്യസ്ത മാനസിക തലങ്ങൾ കണ്ടറിഞ്ഞ് ഋഷീശ്വരൻ ഉപദേശിച്ച 3 മാർഗങ്ങളാണ് ഭക്തി, ജ്ഞാന, കർമ്മയോഗങ്ങൾ. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു. 20-ാം അധ്യായത്തെ അധികരിച്ചിട്ട് സ്വല്പം ഒന്ന് ചിന്തിച്ചു.